എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? എല്ലാ പ്രശ്നങ്ങളും ശരിയാകും, ടെൻഷനാവണ്ട. സൂപ്പർ കഥയായിട്ട് ഇനി പറയാൻ പോകുന്നത്. ലൈക്ക് ചെയ്ത് കണ്ടോ, മടി കാണിക്കല്ലേ. കഥയുടെ തുടക്കത്തിൽ തന്നെ പീരുമേട്ടിലെ ആ രാത്രിക്ക് പതിവിലും കൂടുതൽ തണുപ്പായിരുന്നു. മലനിരകളെ ഒന്നടങ്കം വിഴുങ്ങിക്കൊണ്ട് മൂടൽമഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. സമയം പുലർച്ചെ 2 മണി കഴിഞ്ഞിട്ടും ആ തോട്ടം മേഖലയിൽ കാറ്റിൻ്റെ ചൂളം വിളിയല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലായിരുന്നു. വലിയൊരു ഏലം എസ്റ്റേറ്റിന്റെ നടുവിലൂടെ പോകുന്ന ഇടുങ്ങിയ കല്ലുപാകിയ റോഡിലൂടെ ഒരു കറുത്ത കാറ് പതുക്കെ നീങ്ങി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം മഞ്ഞിനെ കീറിമുറിച്ച് മുന്നോട്ട് പതിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഏതാനും മീറ്ററുകൾക്കപ്പുറം എന്താണെന്ന് കാണാൻ കഴിയാത്ത വിധം അന്തരീക്ഷം മൂടപ്പെട്ടിരുന്നു. വണ്ടിയുടെ സ്റ്റീറിംഗിൽ ശ്രദ്ധിച്ചിരുന്ന മാത്യുവിന്റെ നെറ്റിയിൽ തണുപ്പിലും വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞിരുന്നു. അയാൾ ഇടയ്ക്കിടെ കാറിന്റെ റിയർവ്യൂ മിററിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. തനിക്ക് തൊട്ടുപുറകിൽ ആരോ ഉണ്ടെന്നൊരു തോന്നൽ കഴിഞ്ഞ കുറച്ച് കിലോമീറ്ററുകളായി അയാളെ അലട്ടുന്നുണ്ടായിരുന്നു. ഫോണിൽ റേഞ്ച് പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ട് 1 മണിക്കൂറോളമായി. ഹൈവേയിൽ വഴിതെറ്റി ഈ എസ്റ്റേറ്റ് റോഡിലേക്ക് കയറിയത് ഒരു വലിയ അബദ്ധമായി പോയെന്ന് അയാൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. കൊച്ചിയിലെ പ്രമുഖ ബിസിനസ്സുകാരനായ മാത്യു വർഗീസ് ഒരു അടിയന്തര മീറ്റിങ്ങിനായി കുമളിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇത്ര വലിയൊരു കെണിയിൽപ്പെട്ടത്. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. കാറിന്റെ പിൻഭാഗത്ത് എന്തോ വന്നിടിച്ചതുപോലെയുള്ളൊരു കനത്ത ശബ്ദം. മാത്യു ഞെട്ടിവിറച്ചുകൊണ്ട് വണ്ടി ബ്രേക്കിട്ടു. വണ്ടി പെട്ടെന്ന് നിന്നതും എഞ്ചിൻ ഓഫായി. ചുറ്റും കട്ട പിടിച്ച ഇരുട്ടും നിശബ്ദതയും മാത്രം. വണ്ടിയുടെ ഡാഷ്ബോർഡിലെ ചെറിയ വെളിച്ചം മാത്രമാണ് ഇപ്പോൾ ആകെ ആശ്വാസം. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ കാറിന്റെ ഗ്ലാസ് അല്പം താഴ്ത്തി പുറത്തേക്ക് നോക്കി. വന്യമായ തണുത്ത കാറ്റ് കാറിന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറി. കാറ്റിനൊപ്പം മേലച്ചെടികളുടെ ഇലകൾ പരസ്പരം ഉരസുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലായിരുന്നു. ധൈര്യം സംഭരിച്ച അയാൾ കാറിൽ നിന്നും പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. എന്താണ് വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചതെന്ന് നോക്കണം. കയ്യിലുണ്ടായിരുന്ന ചെറിയ ടോർച്ച് ലൈറ്റും തെളിയിച്ച് അയാൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. കാറിന്റെ പിൻഭാഗത്തേക്ക് ടോർച്ചടിച്ച് നോക്കിയ അയാൾക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വണ്ടിയിൽ ഒരു പോറൽ പോലുമില്ലായിരുന്നു. ആരെങ്കിലും ഉണ്ടോ അവിടെ? അയാൾ വിളിച്ചു ചോദിച്ചു. പക്ഷേ മറുപടിയായി സ്വന്തം ശബ്ദത്തിന്റെ പ്രതിധ്വനി മാത്രമാണ് തിരികെ വന്നത്. അയാൾ തിരികെ കാറിലേക്ക് കയറാനായി തിരിഞ്ഞതും തൊട്ടു പിന്നിലെ ഏലച്ചെടികൾക്കിടയിൽ ഒരു അനക്കം കണ്ടു. ടോർച്ചിന്റെ വെളിച്ചം അങ്ങോട്ടേക്ക് തിരിച്ച മാത്യുവിന്റെ ചോര മരവിച്ചുപോയി. ചെടികൾക്കിടയിൽ ഒരാൾ നിന്നിരുന്നു. തികച്ചും അസ്വാഭാവികമായ രൂപം. ഒരു കറുത്ത റെയിൻകോട്ട് ധരിച്ച് മുഖം പൂർണ്ണമായും മറയുന്ന രീതിയിലുള്ള ഒരു വിചിത്ര മാസ്ക് അയാൾ അണിഞ്ഞിരുന്നു. ആ മാസ്കിന്റെ കണ്ണുകളുടെ ഭാഗത്ത് ചെറിയ സുഷിരങ്ങളിലൂടെ ക്രൂരമായ 2 കണ്ണുകൾ മാത്യുവിനെ തന്നെ തുറച്ചു നോക്കുകയായിരുന്നു. അയാളുടെ വലത് കൈയിൽ തിളങ്ങുന്ന കൂർത്ത ഒരു കത്തിയുണ്ടായിരുന്നു. മാത്യുവിന് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. ഭയം അയാളുടെ തൊണ്ടക്കുഴി അടച്ചു കളഞ്ഞു. അയാൾ പ്രാണരക്ഷാർത്ഥം കാറിന്റെ ഡോറിന്റെ നേരെ കൈ നീട്ടിയെങ്കിലും അതിവേഗത്തിൽ മുന്നോട്ട് ആഞ്ഞു വന്ന ആ രൂപം മാത്യുവിന്റെ കഴുത്തിൽ പിടിമുറുക്കിയിരുന്നു. കനത്തൊരു ഇടി അയാളുടെ മുഖത്ത് പതിച്ചു. നിലത്ത് വീണ മാത്യുവിന്റെ നെഞ്ചിലേക്ക് ആ അജ്ഞാതൻ അമർന്നിരുന്നു. ആരാ നീ? എന്നെ വിട്. എന്ത് വേണമെങ്കിലും ഞാൻ തരാം. മാത്യു ജീവന് വേണ്ടി യാചിച്ചു. പക്ഷെ ആ മാസ്കിന്റെ ഉള്ളിൽ നിന്നും യാതൊരു വികാരവുമില്ലാത്ത ഒരു നേർത്ത ചിരി മാത്രമാണ് പുറത്തു വന്നത്. വില്ലൻ മാത്യുവിന്റെ മുഖത്തേക്ക് നോക്കി പതുക്കെ തന്റെ മാസ്ക് അല്പം ഉയർത്തി. ആ മുഖം കണ്ടതും മാത്യുവിന്റെ കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചു. നീ എന്തിനാണ്? മാത്യുവിന്റെ വാക്കുകൾ പൂർണ്ണമാകുന്നതിന് മുമ്പ് ആ അജ്ഞാതൻ തന്റെ കയ്യിലിരുന്ന കൂർത്ത കത്തി മാത്യുവിന്റെ നെഞ്ചിലേക്ക് ആഴ്ത്തി ഇറക്കിയിരുന്നു. 1 തവണയല്ല, കൃത്യമായ ഇടവേളകളിൽ 3 തവണ. ചോര തെറിച്ച് ആ ഏലച്ചെടികളുടെ ഇലകളെ ചോപ്പിച്ചു. മാത്യുവിന്റെ ശരീരം പതുക്കെ ചലനമറ്റതായി മാറി. വില്ലൻ എഴുന്നേറ്റ് നിന്ന് തന്റെ റെയിൻകോട്ടിലെ ചോര തുടച്ചു. തുടർന്ന് മാത്യുവിന്റെ പോക്കറ്റിൽ നിന്നും അയാളുടെ ഫോണും ID കാർഡും എടുത്തു. തികച്ചും ശാന്തനായി യാതൊരു പരിഭ്രാന്തിയുമില്ലാതെ അയാൾ ആ ഇരുട്ടിലേക്ക് മഞ്ഞിന്റെ മറവിലേക്ക് നടന്നു നീങ്ങി. അടുത്ത ദിവസം രാവിലെ 8 മണി പീരുമേട് പോലീസ് സ്റ്റേഷനിലെ ഫോൺ ബെല്ലടിച്ചു. തോട്ടം തൊഴിലാളികളാണ് എസ്റ്റേറ്റ് റോഡിൽ ഒരു കാറും അതിനടുത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയും കണ്ട വിവരം അറിയിച്ചത്. സംഭവസ്ഥലത്തേക്ക് പീരുമേട് CIയും സംഘവും ഉടൻ തന്നെ എത്തിച്ചേർന്നു. എന്നാൽ കേസിന്റെ ഗൗരവവും കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഉയർന്ന പദവിയും കണക്കിലെടുത്ത് അന്വേഷണം തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഹോമിസൈഡ് വിങ്ങിലെ പ്രമുഖ ഓഫീസറായ DYSP സിദ്ധാർത്ഥ് ഭരദ്വാജിന് കൈമാറാൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഉത്തരവ് വന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ സിദ്ധാർത്ഥ് ഭരദ്വാജ് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ സംഭവസ്ഥലത്തേക്ക് എത്തി. ജീൻസും കറുത്ത ഷർട്ടും ധരിച്ച് കൂളിംഗ് ഗ്ലാസ് മാറ്റിക്കൊണ്ട് അയാൾ കാറിൽ നിന്നിറങ്ങി. കണിശക്കാരനായ ഒരു തെളിവും വിട്ടുപോകാത്ത അന്വേഷണ ഉദ്യോഗസ്ഥനാണ് സിദ്ധാർത്ഥ്. ചുറ്റും കൂടി നിന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അയാൾ ഡെഡ് ബോഡിക്ക് അടുത്തേക്ക് നടന്നു. ഫോറൻസിക് സംഘം ഇതിനകം തന്നെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. എന്താണ് ഭട്ടതിരി വിശേഷം? സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്ന സീനിയർ ഫോറൻസിക് ഓഫീസറോട് ചോദിച്ചു. സാർ, കൊല്ലപ്പെട്ടത് കൊച്ചിയിലെ പ്രമുഖ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഉടമയായ മാത്യു വർഗീസാണ്.
നെഞ്ചിൽ 3 തവണ ആഴത്തിൽ കുത്തിയിറക്കിയിട്ടുണ്ട്. കൃത്യമായ പദ്ധതിയോടെ ചെയ്ത കൊലപാതകമാണിത്. പ്രതിയുടേതെന്ന് പറയാൻ ഒരു ഫിംഗർ പ്രിന്റ് പോലും കാറിന്റെ ബോഡിയിലോ പരിസരത്തോ ഇല്ല. ഒരു പ്രൊഫഷണൽ കില്ലറുടെ പണിയാണ് സാർ, ഭട്ടതിരി വിശദീകരിച്ചു. സിദ്ധാർത്ഥ് ഡെഡ് ബോഡിക്ക് ചുറ്റും നടന്ന് നിരീക്ഷിച്ചു. അയാൾ കുനിഞ്ഞ മാത്യുവിന്റെ ശരീരത്തിലെ മുറിവുകൾ പരിശോധിച്ചു. 3 കുത്തുകളും കൃത്യം ഹൃദയത്തെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. പെട്ടെന്നാണ് സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ മാത്യുവിന്റെ ഷൂസിന്റെ അടിയിലേക്ക് പോയത്. അവിടെ ഒരു ചെറിയ കഷ്ണം ചുവന്ന പ്ലാസ്റ്റിക് കഷ്ണം കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അത് സാധാരണ ഈ പ്രദേശത്ത് കാണുന്ന ഒന്നല്ല. അയാൾ ഫോറൻസിക് ഉദ്യോഗസ്ഥനെ വിളിച്ച് അത് കൃത്യമായി ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല സാർ, സിദ്ധാർത്ഥിനൊപ്പം വന്ന സബ് ഇൻസ്പെക്ടർ ഹരി പറഞ്ഞു, മാത്യുവിന്റെ ഫോണും വാലറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണം കവരാൻ വേണ്ടിയാണോ കൊലപാതകമെന്ന് സംശയമുണ്ട്. ഇല്ല ഹരി, സിദ്ധാർത്ഥ് തിരുത്തി. ഇത് പണത്തിന് വേണ്ടിയുള്ളതല്ല. നോക്കൂ, അയാളുടെ കയ്യിലെ ലക്ഷങ്ങൾ വില വരുന്ന വാച്ചും കഴുത്തിലെ സ്വർണ്ണമാലയും അതുപോലെ തന്നെയുണ്ട്. കവർച്ചയാണ് ലക്ഷ്യമെങ്കിൽ പ്രതി ഇതെല്ലാം ഉപേക്ഷിക്കില്ലായിരുന്നു. ഫോണും ID കാർഡും എടുത്തത് പോലീസിന് ഇയാളെ തിരിച്ചറിയാൻ വൈകിക്കാൻ വേണ്ടിയാണ്. പക്ഷെ പ്രതി വിചാരിച്ചതിലും നേരത്തെ ബോഡി കണ്ടുപിടിക്കപ്പെട്ടു. സിദ്ധാർത്ഥ് എസ്റ്റേറ്റ് റോഡിന്റെ ഇരുവശങ്ങളിലേക്കും നോക്കി. റോഡിൽ വണ്ടിയുടെ ടയർ അടയാളങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്യുവിന്റെ കാറിന്റെ ടയർ അടയാളത്തിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരു വണ്ടിയുടെ നേർത്ത അടയാളം കൂടിയുണ്ടായിരുന്നു. അത് വളരെ പതുക്കെ വന്നു നിന്നതുപോലെ മണ്ണിൽ കാണാം. പ്രതി മാത്യുവിനെ കൊച്ചിയിൽ നിന്ന് തന്നെ പിന്തുടർന്ന് വന്നിട്ടുണ്ട്. ഈ വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തി. ഇത് വ്യക്തിപരമായ വൈരാഗ്യം മൂലമുള്ള കൊലപാതകമാകാനാണ് സാധ്യത. ഹരി, മാത്യുവിന്റെ ബിസിനസ് പങ്കാളികൾ, ശത്രുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരുടെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കണം. സിദ്ധാർത്ഥ് ഉത്തരവിട്ടു. അന്വേഷണം ആരംഭിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു സന്ദേശം വന്നു. അത് കേവലം ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നില്ല, മറിച്ച് ഒരു ലിങ്കായിരുന്നു. സിദ്ധാർത്ഥ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതും അയാളുടെ മൊബൈൽ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ആകാൻ തുടങ്ങി. അത് മറ്റൊന്നുമായിരുന്നില്ല, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പീരുമേട്ടിലെ ഇരുട്ടിൽ വെച്ച് മാത്യു വർഗീസിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിന്റെ ലൈവ് ദൃശ്യങ്ങളായിരുന്നു അത്. വില്ലൻ തന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറയിലൂടെയാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. വീഡിയോയുടെ അവസാനം ചോര പുരണ്ട കത്തി സ്ക്രീനിലേക്ക് കാണിച്ച് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ശബ്ദത്തിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. ഇത് തുടക്കം മാത്രമാണ് സിദ്ധാർത്ഥ് ഭരദ്വാജ്. നിയമത്തിന് പിടികൊടുക്കാത്ത പ്രകൃതിയിലെ ഏറ്റവും ഉയർന്ന വേട്ടക്കാരനാണ് ഞാൻ. എന്നെ നിങ്ങൾക്ക് അപെക്സ് എന്ന് വിളിക്കാം. നിങ്ങളുടെ അടുത്ത ഇരയെ തടയാൻ കഴിയുമെങ്കിൽ തടയൂ. വീഡിയോ കണ്ട് സിദ്ധാർത്ഥ് സ്തബ്ധനായി നിന്നുപോയി. ഇതൊരു സാധാരണ കൊലപാതകമല്ല. പോലീസിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു സൈക്കോപാത്തിക് കില്ലറാണ് തങ്ങൾക്ക് മുന്നിലുള്ളതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. കേരളത്തെ നടുക്കാൻ പോകുന്ന ഒരു വലിയ പരമ്പര കൊലപാതകങ്ങളുടെ തുടക്കമായിരുന്നു അത്. സ്വയം അപെക്സ് എന്ന് വിശേഷിപ്പിച്ച അജ്ഞാതൻ പോലീസിന്റെ ഓരോ ചുവടുവെപ്പും നിരീക്ഷിക്കുന്നുണ്ട്. ഹരി, എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ലിങ്ക് നമ്മുടെ സൈബർ സെല്ലിലേക്ക് അയക്കും. അത് ഏത് IP അഡ്രസ്സിൽ നിന്നാണ് വന്നതെന്നും ഏത് സെർവർ വഴിയാണ് റൂട്ട് ചെയ്തിരിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. സിദ്ധാർത്ഥ് തന്റെ കൂടെയുള്ള സബ് ഇൻസ്പെക്ടർ ഹരിയോട് കർശനമായി പറഞ്ഞു. ഹരി പെട്ടെന്ന് തന്നെ സൈബർ സെൽ ഓഫീസറായ വിനീതിനെ വിളിച്ച് വിവരങ്ങൾ കൈമാറി. സംഭവ സ്ഥലത്ത് നിന്നും മാത്യു വർഗീസിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പീരുമേട്ടിലെ ആ വിജനമായ റോഡിൽ വീണ്ടും തണുപ്പ് പടരാൻ തുടങ്ങിയിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ അന്വേഷണത്തിന്റെ ചൂട് പുകയുകയായിരുന്നു. 2 മണിക്കൂറുകൾക്ക് ശേഷം സിദ്ധാർത്ഥും ഹരിയും പീരുമേട് ക്യാമ്പ് ഓഫീസിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് സൈബർ സെല്ലിലെ വിനീത് സിദ്ധാർത്ഥിനെ ഫോണിൽ ബന്ധപ്പെട്ടു. സാർ, വിനീതാണ്. ആ വീഡിയോ ലിങ്കിനെ കുറിച്ചൊരു വിചിത്രമായ കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. വിനീതിന്റെ ശബ്ദത്തിൽ വലിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്താണ് വിനീത്, കാര്യം പറയൂ, സിദ്ധാർത്ഥ് ചോദിച്ചു. സാർ, ആ മെസ്സേജ് വന്ന നമ്പർ ഒരു താൽക്കാലിക വെർച്വൽ നമ്പറാണ്. വിദേശത്തെ ഏതൊക്കെയോ സെർവറുകൾ വഴി VPN ഉപയോഗിച്ചാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ നമ്പർ വഴി നമുക്ക് പ്രതിയിലേക്ക് എത്താൻ കഴിയില്ല. എന്നാൽ അതിലും വിചിത്രമായ വീഡിയോ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റാണ്. അത് സാധാരണ ഗൂഗിളിലോ ക്രോമിലോ തിരഞ്ഞാൽ കിട്ടുന്ന ഒന്നല്ല. അതൊരു ഡാർക്ക് വെബ് ലിങ്കാണ്. വളരെ സങ്കീർണമായ എൻക്രിപ്ഷനാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ലേ? സിദ്ധാർത്ഥ് നിരാശയോടെ ചോദിച്ചു. ഇല്ല സാർ, പക്ഷെ ഒരു ചെറിയ ലീഡുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കൃത്യം പുലർച്ചെ 4 മണിക്കാണ്. കൊലപാതകം നടന്ന കൃത്യം 2 മണിക്കൂറിന് ശേഷം. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ ടവറിന്റെ പരിധിയിൽ നിന്നായിരിക്കണം ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് വെബ് ഉപയോഗിക്കണമെങ്കിൽ നല്ല വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ വേണം. പീരുമേട്ടിലെ കാട്ടുപ്രദേശങ്ങളിൽ അതിന് സാധ്യത കുറവാണ്. അതുകൊണ്ട് പ്രതി കൊലപാതകത്തിന് ശേഷം കോട്ടയം ഭാഗത്തേക്കോ അല്ലെങ്കിൽ തൊടുപുഴ ഭാഗത്തേക്കോ അതിവേഗം സഞ്ചരിച്ചിട്ടുണ്ടാകാം. വിനീത് തന്റെ നിഗമനം വ്യക്തമാക്കി. ഗുഡ് വർക്ക് വിനീത്. ആ സമയത്ത് ആ റൂട്ടുകളിലൂടെ കടന്നുപോയ എല്ലാ വണ്ടികളുടെയും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പറയും. സിദ്ധാർത്ഥ് നിർദ്ദേശം നൽകി. ഫോൺ വെച്ചതിന് ശേഷം സിദ്ധാർത്ഥ് മാത്യു വർഗീസിന്റെ ബിസിനസ് പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കൊച്ചിയിൽ കോടികളുടെ വിറ്റുവരവുള്ള
ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയാണ് മാത്യു. ശത്രുക്കൾക്കൊട്ടും കുറവുണ്ടാകാൻ വഴിയില്ല. അപ്പോഴേക്കും ഹരി മാത്യുവിന്റെ ബിസിനസ് പങ്കാളികളെ കുറിച്ചുള്ള വിവരങ്ങളുമായി സിദ്ധാർത്ഥിന്റെ മുറിയിലേക്ക് കടന്നു വന്നു. സാർ, മാത്യു വർഗീസിന്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയാൾ ഒരു പ്രത്യേക വ്യക്തിയുമായി നിരന്തരം തർക്കത്തിലായിരുന്നു. കെവിൻ തോമസ് എന്നാണ് അയാളുടെ പേര്. മാത്യുവിന്റെ കമ്പനിയിലെ മുൻ പാർട്ട്ണറായിരുന്നു. ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ 6 മാസം മുമ്പ് മാത്യു ഇയാളെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിനുശേഷം കെവിൻ മാത്യുവിനെ പരസ്യമായി വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി കമ്പനിയിലെ ജീവനക്കാർ പറയുന്നുണ്ട്. അയാൾ ഇപ്പോൾ എവിടെയുണ്ട് ഹരി? സിദ്ധാർത്ഥ് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അയാളിപ്പോൾ എറണാകുളത്ത് വീട്ടിലുണ്ട് സാർ. എന്നാൽ താമസിപ്പിക്കണ്ട, നമ്മളിപ്പോൾ തന്നെ കൊച്ചിയിലേക്ക് തിരിക്കുന്നു. പോകുന്ന വഴിക്ക് എറണാകുളം സിറ്റി പോലീസിനോട് കെവിൻ തോമസിനെ കസ്റ്റഡിയിലെടുക്കാൻ പറയും. നമ്മൾ എത്തുമ്പോഴേക്കും അയാൾ അവിടെ ഉണ്ടാകണം. സിദ്ധാർത്ഥ് തന്റെ ഗൺമാനോട് വണ്ടിയെടുക്കാൻ ആംഗ്യം കാണിച്ചു. വൈകുന്നേരം 6:30 സിദ്ധാർത്ഥും സംഘവും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. സ്റ്റേഷനിലെ ലോക്കപ്പിൽ കെവിൻ തോമസ് ഇരിപ്പുണ്ടായിരുന്നു. ഭയവും പരിഭ്രമവും അയാളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. സിദ്ധാർത്ഥ് ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് കയറി കസാരയിലേക്ക് ഇരുന്നു. കെവിനെ പോലീസുകാർ മുന്നിലെ കസാരയിലേക്ക് ഇരുത്തി. കെവിൻ തോമസ്, മാത്യു വർഗീസിനെ അറിയാമല്ലോ അല്ലേ? സിദ്ധാർത്ഥ് വളരെ ശാന്തനായി ചോദിച്ചു. അറിയാം സാർ, പക്ഷെ അയാളുടെ കൊലപാതകവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല സാർ. ടിവിയിൽ വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ പോലും വിവരമറിയുന്നത്. കെവിൻ കൈകൾ കൂപ്പി പറഞ്ഞു. പക്ഷേ മാത്യുവിനെ കൊല്ലുമെന്ന് നീ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ കയ്യിൽ നിന്നും അയാൾ കമ്പനി പിടിച്ചെടുത്തതിന്റെ പക നിനക്കുണ്ട്. സിദ്ധാർത്ഥിന്റെ ശബ്ദത്തിൽ ഗൗരവം കൂടി. സാർ, എനിക്ക് അയാളോട് ദേഷ്യമുണ്ടായിരുന്നു എന്നത് സത്യമാണ്. എൻ്റെ പണം അയാൾ തട്ടിയെടുത്തതാണ്. അതിന് ഞാൻ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. നിയമപരമായി നേരിടാനാണ് ഞാൻ നോക്കിയത്, അല്ലാതെ കൊല്ലാൻ എനിക്ക് കഴിയില്ല സാർ. കെവിൻ കരയാൻ തുടങ്ങി. കഴിഞ്ഞ രാത്രി നീ എവിടെയായിരുന്നു? ഞാനിവിടെ കൊച്ചിയിൽ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടപ്പിലാണ്. രാത്രി മുഴുവനും ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അയൽക്കാരോട് ചോദിക്കാം. സിദ്ധാർത്ഥ ഹരിയുടെ നേരെ നോക്കി. ഹരി ഉടൻ തന്നെ കെവിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ലോക്കൽ പോലീസിനെ ചുമതലപ്പെടുത്തി. 10 മിനിറ്റ് കൊണ്ട് മറുപടി വന്നു. കെവിൻ പറഞ്ഞത് സത്യമായിരുന്നു. കഴിഞ്ഞ രാത്രി അയാളുടെ വണ്ടി വീടിൻ്റെ മുറ്റത്ത് നിന്നും അനങ്ങിയിട്ടില്ല. കെവിൻ നിരപരാധിയാണെന്ന് സിദ്ധാർത്ഥിന് ബോധ്യപ്പെട്ടു. അന്വേഷണം വീണ്ടും വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലായി. കെവിൻ തോമസ് അല്ലെങ്കിൽ പിന്നെ ആരാണ് മാത്യുവിനെ കൊന്നത്? പ്രതി അയച്ച വീഡിയോയിലെ ആ വാചകം സിദ്ധാർത്ഥിന്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. ഇത് തുടക്കം മാത്രമാണ്. പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് ഫോറൻസിക് ഓഫീസർ ഭട്ടതിരിയുടെ കോൾ വന്നു. സിദ്ധാർത്ഥ്, മാത്യുവിന്റെ ശരീരത്തിൽ നിന്നും കിട്ടിയ ചുവന്ന പ്ലാസ്റ്റിക് കഷ്ണത്തിന്റെ ലാബ് റിസൾട്ട് വന്നിട്ടുണ്ട്. അത് സാധാരണ പ്ലാസ്റ്റിക് അല്ല. അത് 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം പോളിമർ പ്ലാസ്റ്റിക് ആണ്. അതായത് പ്രതി ആ ചുവന്ന വസ്തു സ്വന്തമായി 3D പ്രിന്റർ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഭട്ടതിരി പറഞ്ഞു. 3D പ്രിന്ററോ? അതെന്തായിരിക്കും? സിദ്ധാർത്ഥ് കൗതുകത്തോട് ചോദിച്ചു. അതിന്റെ കൃത്യമായ രൂപം മനസ്സിലാക്കാൻ ഞങ്ങൾ ആ കഷ്ണങ്ങൾ കൂട്ടിവെച്ച് നോക്കി. അതൊരു വിചിത്രമായ ചിഹ്നത്തിന്റെ ഭാഗമാണ് സാർ. ഒരു ഈഗിളിന്റെ, ഒരു പരുന്തിന്റെ തലയുടെ ഭാഗം പോലെ തോന്നിക്കുന്ന ഒരു ലോഗോ. വില്ലൻ ധരിച്ചിരുന്ന മാസ്കിലോ അല്ലെങ്കിൽ അയാളുടെ വസ്ത്രത്തിലോ ഉണ്ടായിരുന്ന ഒരു ചിഹ്നമായിരിക്കാം അത്. കൊലപാതകത്തിന്റെ ഇടയിലെ പിടിവലിയിൽ അത് പൊട്ടി വീണതാകാനാണ് സാധ്യത. ഭട്ടതിരി പറഞ്ഞ വിവരങ്ങൾ കേട്ടതോടെ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഒരു വെളിച്ചം വീണു. പ്രതി അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഡാർക്ക് വെബ്, 3D പ്രിന്റിംഗ്, വെർച്വൽ നമ്പറുകൾ ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഒരു സാധാരണ ക്രിമിനലാകാൻ വഴിയില്ല. ഒന്നുകിൽ അവൻ ഒരു IT വിദഗ്ധനാണ്, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളിൽ അഗാധമായ അറിവുള്ള ഒരു സൈക്കോപാത്ത്. അപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ മാത്യുവിന്റെ കമ്പനിയുടെ പഴയ പ്രോജക്റ്റുകളിലേക്ക് പോയത്. വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും നിർമ്മിക്കുന്ന മാത്യുവിന്റെ കമ്പനിയിൽ ഏതെങ്കിലും ആർക്കിടെക്റ്റുകളോ എഞ്ചിനീയർമാരോ ഇതുപോലെയുള്ള 3D മോഡലിംഗ് ഉപയോഗിക്കാറുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. സിദ്ധാർത്ഥ ഹരിയോട് പറഞ്ഞു. ഹരി, മാത്യുവിന്റെ കമ്പനിയിൽ കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ ജോലി ചെയ്തതും പിരിഞ്ഞുപോയതുമായ എല്ലാ സിവിൽ എഞ്ചിനീയർമാരുടെയും IT ജീവനക്കാരുടെയും പൂർണ്ണമായ വിവരങ്ങൾ നാളെ രാവിലെ എനിക്ക് വേണം. രാത്രി 11 മണിയായി. സിദ്ധാർത്ഥ് കൊച്ചിയിലെ തന്റെ താൽക്കാലിക ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. വണ്ടിയിലിരിക്കുമ്പോൾ അയാൾ ആ ആലോചനയിലായിരുന്നു. അപെക്സ് എന്ന് സ്വയം വിളിക്കുന്ന ആ കൊലയാളി തന്റെ അടുത്ത ഇരയെ എപ്പോൾ എവിടെ വെച്ചായിരിക്കും വേട്ടയാടുക? അതേസമയം കൊച്ചി നഗരത്തിന്റെ മറുഭാഗത്തുള്ള ഒരു ഇരുണ്ട മുറിയിൽ ഒരു വലിയ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ വെളിച്ചത്തിൽ ഒരു അജ്ഞാതൻ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് ആ വിചിത്രമായ മാസ്ക് ഉണ്ടായിരുന്നു. സ്ക്രീനിൽ DYSP സിദ്ധാർത്ഥ് ഭരദ്വാജിന്റെ ചിത്രവും പ്രൊഫൈലും തെളിഞ്ഞു നിന്നു. മാസ്കിന്റെ ഉള്ളിൽ നിന്നും ഒരു ക്രൂരമായ ചിരി ഉയർന്നു. അവൻ കയ്യിലിരുന്നൊരു ചുവന്ന മാർക്കർ പേനയെടുത്ത് സ്ക്രീനിലെ സിദ്ധാർത്ഥിന്റെ ചിത്രത്തിന്റെ നേരെ നീട്ടി പതുക്കെ പറഞ്ഞു. കേസന്വേഷണം നന്നായി പോകുന്നുണ്ട് സിദ്ധാർത്ഥ്, പക്ഷെ നിനക്കെന്നെ തടയാൻ കഴിയില്ല. എൻ്റെ അടുത്ത ലക്ഷ്യം ആരാണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അവൻ അടുത്തതായി ഒരു ഫയൽ തുറന്നു. അതിൽ കേരളത്തിലെ പ്രമുഖനായ ഒരു IPS ഓഫീസറുടെ മകന്റെ ചിത്രവും വിവരങ്ങളും ഉണ്ടായിരുന്നു.
അപെക്സിന്റെ രണ്ടാമത്തെ അവനായിരുന്നു. കൊച്ചി നഗരത്തിലെ ഒരു ആഡംബര ഫ്ളാറ്റിൽ അർദ്ധരാത്രിയായിട്ടും ആ ഇരുണ്ട മുറിയിലെ കമ്പ്യൂട്ടർ സ്ക്രീൻ വന്യമായ വെളിച്ചം പുറപ്പെടുവിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞു കിടക്കുന്ന അടുത്ത ഇരയുടെ മുഖത്തേക്ക് നോക്കി അപെക്സ് തന്റെ വിരലുകൾ കീബോർഡിൽ അതിവേഗം ചലിപ്പിച്ചു. രണ്ടാമത്തെ വേട്ടയ്ക്കുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. വില്ലൻ തന്റെ പ്ലാനുകൾ അത്രമേൽ സൂക്ഷ്മമായാണ് തയ്യാറാക്കുന്നത്. ഒരൊറ്റ പിഴവ് പോലും മരണത്തിലേക്ക് നയിക്കാവുന്ന തരത്തിലുള്ള പെർഫെക്റ്റ് പ്ലാൻ. അതേസമയം കൊച്ചിയിലെ താൽക്കാലിക പോലീസ് ക്യാമ്പ് ഓഫീസിൽ ഡിവൈഎസ്പി സിദ്ധാർത്ഥ് ഭരദ്വാജ് ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കുകയായിരുന്നു. മാത്യു വർഗീസിന്റെ കമ്പനിയിൽ കഴിഞ്ഞ 5 വർഷത്തെ ജീവനക്കാരുടെ ഫയലുകൾ സിദ്ധാർത്ഥിന്റെ മേശപ്പുറത്ത് ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഒരു ചായ ഗ്ലാസും കയ്യിലെടുത്ത് അയാൾ ആ ലിസ്റ്റിലൂടെ കണ്ണോടിച്ചു. ആർക്കിടെക്റ്റുകൾ, 3D ഡിസൈനർമാർ, IT-യിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ ഒരു വലിയ നിര തന്നെയുണ്ട്. പെട്ടെന്ന് സബ് ഇൻസ്പെക്ടർ ഹരി കയ്യിൽ ചില ഫയലുകളുമായി മുറിയിലേക്ക് ധൃതിയിൽ കടന്നു വന്നു. ഹരിയുടെ മുഖത്ത് എന്തോ വലിയ കണ്ടെത്തലിന്റെ ആവേശമുണ്ടായിരുന്നു. സാർ, ഒരു വലിയ ലീഡ് കിട്ടിയിട്ടുണ്ട്. ഹരി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. മാത്യു വർഗീസിന്റെ കമ്പനിയിലെ പഴയ പ്രോജക്റ്റുകൾ പരിശോധിച്ചപ്പോൾ നമ്മൾ പീരുമേട്ടിൽ വെച്ച് കണ്ടെത്തിയ ആ ചുവന്ന 3D പ്ലാസ്റ്റിക് ചിഹ്നവുമായി സാമ്യമുള്ള ഒരു കാര്യം ഞാൻ കണ്ടെത്തി. എന്താ അത് ഹരി? വ്യക്തമായി പറയൂ. സാർ, 4 വർഷം മുമ്പ് മാത്യു വർഗീസിന്റെ കമ്പനി ഇടുക്കിയിലെ വാഗമണ്ണിൽ ഒരു വലിയ റിസോർട്ട് പ്രോജക്റ്റ് ഏറ്റെടുത്തിരുന്നു. ദി ഈഗിൾസ് നെസ്റ്റ് എന്നായിരുന്നു ആ പ്രോജക്റ്റിന്റെ പേര്. അതിന്റെ ഔദ്യോഗിക ലോഗോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയ ആ പരുന്തിന്റെ തലയുടെ അതേ രൂപമാണ്. എന്നാൽ സാമ്പത്തിക തർക്കങ്ങളും ചില നിയമപ്രശ്നങ്ങളും കാരണം ആ പ്രോജക്റ്റ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ആ സമയത്ത് ആ പ്രോജക്റ്റിന്റെ ചീഫ് ഡിസൈനറായിരുന്ന ഒരു യുവാവ് കമ്പനിയുമായി വലിയ രീതിയിൽ വഴക്കുണ്ടാക്കി പിരിഞ്ഞുപോയിരുന്നു. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ തിളങ്ങി. ആരാണത്? അയാളുടെ പേരെന്താണ്? അർജുൻ മേനോൻ സാർ. ഒരു ലാപ്ടോപ്പും 3D പ്രിന്റിംഗ് മെഷീനുകളുമൊക്കെ സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഫ്രീലാൻസ് ആർക്കിടെക്റ്റാണ്. വാഗമൺ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ അയാൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം വന്നിരുന്നു. മാത്യു വർഗീസിനെതിരെ അയാൾ അന്ന് പരസ്യമായി ഭീഷണി മുഴക്കിയിരുന്നതായി ചില പഴയ മെയിലുകളിൽ നിന്നും വ്യക്തമാണ്. ഹരി ആ ഫയൽ സിദ്ധാർത്ഥിന് നേരെ നീട്ടി. ഫയലിലെ അർജുൻ മേനോന്റെ ഫോട്ടോയിലേക്ക് സിദ്ധാർത്ഥ് സൂക്ഷിച്ചു നോക്കി. മെലിഞ്ഞ ശരീരം, താടി വളർത്തിയ മുഖം, കട്ടി കണ്ണട ധരിച്ച ഇരുണ്ട കണ്ണുകൾ. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യകളിൽ തികഞ്ഞ വൈദഗ്ധ്യമുള്ള ഒരാളുടെ ഭാവം അയാളിൽ പ്രകടമായിരുന്നു. അർജുൻ ഇപ്പോൾ എവിടെയുണ്ട് ഹരി? സിദ്ധാർത്ഥ് ചോദിച്ചു. അയാൾ കഴിഞ്ഞ 2 വർഷമായി കളമശ്ശേരിയിലെ ഒരു ചെറിയ വാടക വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. വലിയ സൗഹൃദ ബന്ധങ്ങളൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലും സജീവമല്ല. ഒരുതരം ഐസൊലേറ്റഡ് ലൈഫ്. വളരെ നല്ലത് ഹരി, നമ്മളിപ്പോൾ തന്നെ അർജുൻ്റെ വീട്ടിലേക്ക് പോകുന്നു. സർപ്രൈസ് റെയ്ഡായിരിക്കണം. വില്ലന് നമ്മൾ വരുന്നത് മുൻകൂട്ടി അറിയാൻ ഒരു അവസരവും കൊടുക്കരുത്. സിദ്ധാർത്ഥ് തന്റെ റിവോൾവർ ബെൽറ്റിൽ ഉറപ്പിച്ചു. രാത്രി 1 മണിയോടെ സിദ്ധാർത്ഥ് 3 പോലീസ് ഉദ്യോഗസ്ഥരും കളമശ്ശേരിയിലെ വിജനമായ ആ ഇടവഴിയിലൂടെ അർജുൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. വഴിവിളക്കുകളുടെ മങ്ങിയ വെളിച്ചം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇരുനില വീടിന്റെ മുകൾ ഭാഗത്തെ മുറിയിൽ മാത്രം ഒരു നേർത്ത വെളിച്ചം കാണാമായിരുന്നു. സിദ്ധാർത്ഥ് ഹരിക്ക് ആംഗ്യം കാണിച്ചു. ഹരിയും മറ്റൊരു പോലീസുകാരനും വീടിന്റെ പിൻഭാഗത്തേക്ക് നീങ്ങി. സിദ്ധാർത്ഥ് പതുക്കെ മുൻവാതിലിൽ തട്ടി. ഒരു മറുപടിയും ഉണ്ടായില്ല. വീണ്ടും തട്ടിയപ്പോൾ അകത്തുനിന്നും ഒരു പാത്രത്തിന്റെ കനത്ത ശബ്ദം കേട്ടു. തുടർന്ന് മുകളിലെ മുറിയിലെ വെളിച്ചം പെട്ടെന്ന് കെട്ടു. പോലീസാണ്, വാതിൽ തുറക്ക്, സിദ്ധാർത്ഥ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷേ മറുപടിക്ക് പകരം മുകളിലത്തെ ജനൽ ഗ്ലാസ് തകരുന്ന ശബ്ദമാണ് കേട്ടത്. അർജുൻ മുകളിൽ നിന്നും താഴേക്ക് ഷെഡിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ താഴെ കാത്തുനിന്ന ഹരിയും സംഘവും അയാളെ നിലത്ത് വീഴ്ത്തി കീഴടക്കി. എന്നെ വിടൂ, ഞാനൊന്നും ചെയ്തിട്ടില്ല, അർജുൻ നിലവിളിച്ചു. സിദ്ധാർത്ഥ് പതുക്കെ നടന്ന് അയാളുടെ അരികിലെത്തി. അയാളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചു. അർജുന്റെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ അയാളെ വീടിന്റെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തി. സിദ്ധാർത്ഥ് വീടിന്റെ മുകളിലത്തെ മുറിയിലേക്ക് കയറി പരിശോധന നടത്തി. ആ മുറി കണ്ട സിദ്ധാർത്ഥ് അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഒരു വലിയ മേശപ്പുറത്ത് 2 ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടറുകളും വശത്തായി ഒരു വലിയ 3D പ്രിന്റിംഗ് മെഷീനും ഇരിപ്പുണ്ടായിരുന്നു. മാത്യു വർഗീസിന്റെ കൊലപാതകം നടന്ന ദിവസം അർജുൻ എവിടെയായിരുന്നു എന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ തേടി സിദ്ധാർത്ഥ് കമ്പ്യൂട്ടറുകൾ പരിശോധിക്കാൻ തുടങ്ങി. അർജുൻ മേനോൻ. സിദ്ധാർത്ഥ് താഴേക്ക് വന്ന് കസാരയിലിരുന്ന് അർജുന്റെ മുന്നിൽ നിന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി നീ എവിടെയായിരുന്നു? പീരുമേട് എസ്റ്റേറ്റ് റോഡിൽ നീ എന്തിനാണ് പോയത്? പീരുമേടോ? ഞാനവിടെ പോയിട്ടില്ല സാർ. ഞാൻ കഴിഞ്ഞ 1 മാസമായി ഈ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല. ഒരു വിദേശ പ്രോജക്റ്റിന്റെ വർക്കിലായിരുന്നു ഞാൻ, അർജുൻ കൈകൾ കൂപ്പി പറഞ്ഞു. അപ്പോൾ ഇതെന്താണ് സിദ്ധാർത്ഥ്? തന്റെ പോക്കറ്റിൽ നിന്നും പീരുമേട്ടിൽ കണ്ടെത്തിയ ചുവന്ന പരുന്തിന്റെ ചിഹ്നത്തിന്റെ ഫോട്ടോ കാണിച്ചു. നിന്റെ 3D പ്രിന്ററിൽ നിർമ്മിച്ച നിന്റെ പഴയ കമ്പനിയുടെ ലോഗോ അല്ലേ ഇത്? ഇത് മാത്യു വർഗീസിന്റെ ഡെഡ് ബോഡിക്ക് അരികിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഫോട്ടോ കണ്ടതും അർജുന്റെ മുഖത്തെ ഭയം മാറി. അതൊരു വലിയ ഞെട്ടലിലേക്ക് വഴിമാറി. സാർ, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. അതായത് ഇത് എൻ്റെ പഴയ ലോഗോ തന്നെയാണ്. പക്ഷെ ഞാനിത് പ്രിന്റ് ചെയ്തിട്ടില്ല സാർ.
എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം കഴിഞ്ഞ ഒരാഴ്ചയായി ആരോ ഹാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. എൻ്റെ 3D പ്രിന്റർ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്ത് ആരോ ദൂരത്തു നിന്നും എൻ്റെ മെഷീൻ നിയന്ത്രിച്ച് ഇത് പ്രിന്റ് ചെയ്തെടുത്തതാണ് സാർ. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അർജുൻ്റെ വാക്കുകളിലെ പരിഭ്രാന്തി വ്യാജമാണെന്ന് സിദ്ധാർത്ഥിന് തോന്നിയില്ല. ഹാക്ക് ചെയ്തെന്നോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ, ഡാർക്ക് വെബിലെ ഏതോ ഒരു അക്കൗണ്ടിൽ നിന്നാണ് എൻ്റെ സിസ്റ്റത്തിലേക്ക് മാൽവെയർ അറ്റാക്ക് ഉണ്ടായത്. എൻ്റെ ഫയലുകളെല്ലാം ലോക്ക് ചെയ്യപ്പെട്ടു. അവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. സാർ, എന്നെ ആരോ മനഃപൂർവ്വം ഈ കേസിൽ കൊടുക്കാൻ നോക്കുകയാണ്, അർജുൻ കരഞ്ഞു പറഞ്ഞു. പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞത് അജ്ഞാത നമ്പർ എന്നായിരുന്നു. സിദ്ധാർത്ഥ് ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലേക്ക് ഇട്ടു. അതേ കമ്പ്യൂട്ടറൈസ്ഡ് ശബ്ദം മുറിയിലാകെ മുഴങ്ങി. സിദ്ധാർത്ഥ് ഭരദ്വാജ്, നിങ്ങൾ വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ തെറ്റായ വഴിയിലാണ്. പാവം അർജുൻ, അവൻ കേവലം ഒരു കളിപ്പാവ് മാത്രമാണ്. അവൻ്റെ സിസ്റ്റം ഉപയോഗിച്ച് ആ ചിഹ്നം നിർമ്മിച്ചത് ഞാനാണ്, നിങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾ അവനെ ചോദ്യം ചെയ്യുന്ന ഈ സമയത്ത് എൻ്റെ രണ്ടാമത്തെ വേട്ട കഴിഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലെ കായലിൽ നോക്കൂ. നിയമത്തിൻ്റെ കാവൽക്കാരുടെ അഹങ്കാരം അവിടെ ഒഴുകി നടക്കുന്നുണ്ടാവും. ഫോൺ കട്ടായി. മുറിയിലാകെ കനത്ത നിശബ്ദത പടർന്നു. സിദ്ധാർത്ഥിന്റെ കൈകൾ ദേഷ്യം കൊണ്ട് ധരിച്ചു. പ്രതി ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. തങ്ങളെ അർജുന്റെ അടുത്തേക്ക് വഴി തിരിച്ചുവിട്ട് അവൻ രണ്ടാമത്തെ കൊലപാതകം കൃത്യമായി നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഹരി, ഇപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കൂ. മറൈൻ ഡ്രൈവ് പരിസരത്ത് എത്രയും പെട്ടെന്ന് പരിശോധന നടത്താൻ പറയൂ. സിദ്ധാർത്ഥ് ഉറക്കെ ഉത്തരവിട്ടു. കൊച്ചി മറൈൻ ഡ്രൈവിലെ പുലർച്ചെകൾ സാധാരണയായി ശാന്തമാണ്. പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവരും ചായ കച്ചവടക്കാരും കായൽക്കാറ്റ് ആസ്വദിക്കാൻ എത്തുന്നവരുമാണ് ആ സമയത്ത് അവിടെ ഉണ്ടാകാറുള്ളത്. എന്നാൽ 2026 മെയ് മാസത്തിലെ ആ പുലർച്ചെ മറൈൻ ഡ്രൈവിനെ വിഴുങ്ങിയത് ഭീതിയുടെ കനത്ത നിഴലായിരുന്നു. നീല വെളിച്ചം കണ്ണു ചിമ്മുന്ന 4-5 പോലീസ് ജീപ്പുകൾ കായൽ കരയിലേക്ക് ഇരച്ചു കയറി. അലറി വിളിക്കുന്ന സൈറൻ ശബ്ദം കേട്ട് ആളുകൾ അങ്ങോട്ട് ഓടിക്കൂടി. കുറച്ചു സമയം മുമ്പ് ലഭിച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി സിദ്ധാർത്ഥ് ഭരദ്വാജും ഹരിയും സംഭവസ്ഥലത്ത് കുതിച്ചെത്തിയിരുന്നു. കായലിൽ ചീനവലകൾക്ക് സമീപം ഒരു ഡെഡ് ബോഡി കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ പൊന്തിക്കിടക്കുന്നുണ്ടായിരുന്നു. തീരദേശ പോലീസിന്റെ സഹായത്തോടെ ഡെഡ് ബോഡി കരയിലേക്ക് എടുത്തുയർത്തി. കറുത്ത പ്ലാസ്റ്റിക് ഷീറ്റിൽ കിടത്തിയ മൃതദേഹത്തിന്റെ മുഖത്തേക്ക് ടോർച്ചടിച്ച് നോക്കിയ സിദ്ധാർത്ഥിന്റെ ഉള്ളിലൊന്ന് കാളി. അത് തിരുവനന്തപുരം റേഞ്ച് IG മാധവൻ തമ്പിയുടെ ഏക മകൻ 24 വയസ്സുകാരനായ രാഹുൽ മാധവായിരുന്നു. കൊച്ചിയിലെ പ്രമുഖ ലോ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായ രാഹുൽ നഗരത്തിലെ ഒരു ആഡംബര ഫ്ലാറ്റിലായിരുന്നു താമസം. ഈശ്വര, ഇത് IG സാറിന്റെ മകനല്ലേ? ഹരി ഭയത്തോടെയും അമ്പരപ്പോടെയും വായപൊത്തി. സിദ്ധാർത്ഥ് ഒന്നും മിണ്ടിയില്ല. അയാളുടെ താടിയല്ലുകൾ ദേഷ്യം കൊണ്ട് മുറുകി. അപ്പെക്സ് ഫോണിൽ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമായിരിക്കുന്നു. നിയമത്തിന്റെ കാവൽക്കാരുടെ നെഞ്ചിലേക്ക് തന്നെയാണ് അവൻ അടുത്ത കത്തി കയറ്റിയിരിക്കുന്നത്. സിദ്ധാർത്ഥ് ഡെഡ് ബോഡി സൂക്ഷ്മമായി പരിശോധിച്ചു. മാത്യു വർഗീസിന്റെ ശരീരത്തിൽ കണ്ടതുപോലെ തന്നെ രാഹുലിന്റെ നെഞ്ചിലും കൃത്യം 3 തവണ ആഴത്തിൽ കത്തി കയറിയിട്ടുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ കീറിയിട്ടില്ല. കൊലപാതകത്തിന് മുമ്പ് ഇരുവരും തമ്മിൽ വലിയ രീതിയിലുള്ള ഗുസ്തി നടന്നിട്ടില്ലെന്ന് ഇതിൽ നിന്നും വ്യക്തം. ഒന്നുകിൽ ഇരയെ അബോധാവസ്ഥയിലാക്കിയ ശേഷം കൊന്നതാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും കീഴടക്കിയ ശേഷം ശാന്തനായി ചെയ്തത്. സാർ, ഇവിടെ നോക്കൂ. ഹരി രാഹുലിന്റെ കൈത്തണ്ടയിലേക്ക് ചൂണ്ടി. രാഹുലിന്റെ ഇടത് കൈത്തണ്ടയിൽ ഒരു കറുത്ത നൈലോൺ കയർ മുറുകി കിടക്കുന്നതിന്റെ ആഴത്തിലുള്ള പാടുകളുണ്ടായിരുന്നു. അതിനർത്ഥം അവൻ എവിടെയോ കെട്ടിയിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിലും ഭീകരമായത് രാഹുലിന്റെ നെറ്റിയിൽ ഒരു മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് എന്തോ വരഞ്ഞു ചേർത്തിട്ടുണ്ടായിരുന്നു. ചോര കട്ടപിടിച്ച മുറിവിലേക്ക് സിദ്ധാർത്ഥ് ടോർച്ചടിപ്പിച്ചു. അവിടെ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ റോമൻ സംഖ്യ 2 എന്ന് കൃത്യമായി വരഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 1 എന്ന്. ആദ്യത്തെ ഇര മാത്യു വർഗീസ്, അതൊന്നാമൻ. രാഹുൽ രണ്ടാമൻ. ഇതൊരു കൃത്യമായ പരമ്പര കൊലപാതകത്തിന്റെ വിളംബരമായിരുന്നു. ഫോറൻസിക് ടീമിനോട് ബോഡി ഇൻക്വസ്റ്റ് വേഗത്തിലാക്കാൻ പറയും. രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ പോകുന്നു. സിദ്ധാർത്ഥ് എഴുന്നേറ്റു. രാഹുൽ മാധവ് താമസിച്ചിരുന്ന കാക്കനാട്ടെ ആഡംബര ഫ്ളാറ്റിലെത്തിയ സിദ്ധാർത്ഥും സംഘവും അവിടുത്തെ സെക്യൂരിറ്റിയെയും CCTV ദൃശ്യങ്ങളെയും പരിശോധിക്കാൻ തുടങ്ങി. ഹൈ സെക്യൂരിറ്റിയുള്ള ഡിജിറ്റൽ ലോക്കുള്ള ഫ്ളാറ്റ് സമുച്ചയമായിരുന്നു അത്. കഴിഞ്ഞ രാത്രി രാഹുൽ എപ്പോഴാണ് ഫ്ളാറ്റിലേക്ക് വന്നത്? സിദ്ധാർത്ഥ് സെക്യൂരിറ്റിയോട് ചോദിച്ചു. സാർ, രാഹുൽ സാർ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കാറിൽ വന്നത്. കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സാറ് പുറത്തേക്ക് പോയിട്ടുമില്ല. സെക്യൂരിറ്റി ജീവനക്കാരൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഫ്ളാറ്റിന്റെ ലിഫ്റ്റിലെയും കോറിഡോറിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച സിദ്ധാർത്ഥിന് ഒരു കാര്യം ബോധ്യമായി. രാഹുൽ രാത്രി 9:15 തന്റെ ഫ്ളാറ്റിന്റെ ഉള്ളിലേക്ക് കയറി വാതിലടയ്ക്കുന്ന ദൃശ്യമുണ്ട്. അതിനുശേഷം ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. ഫ്ളാറ്റിന്റെ ജനലുകൾ വഴിയോ ബാൽക്കണി വഴിയോ ഒരാൾക്ക് അകത്തേക്ക് കയറാൻ കഴിയില്ല. കാരണം അത് 14ാമത്തെ നിലയിലായിരുന്നു. വാതിൽ തകർത്തിട്ടില്ല. ഡ്യൂപ്ലിക്കേറ്റ് ക്യൂ ഉപയോഗിച്ച ലക്ഷണമില്ല. പിന്നെ എങ്ങനെ പ്രതി അകത്ത് കയറി? എങ്ങനെ രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുപോയി? ഹരിക്ക് തല പുകയുകയായിരുന്നു. സിദ്ധാർത്ഥ് രാഹുലിന്റെ ഫ്ളാറ്റിന്റെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. അവിടെ മേശപ്പുറത്ത് 2 വൈൻ ഗ്ലാസുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതിലൊന്നിൽ പകുതി ചുവന്ന വൈൻ ബാക്കിയുണ്ടായിരുന്നു. സിദ്ധാർത്ഥ ഗ്ലാസ് പതുക്കെ നിരീക്ഷിച്ചു. പ്രതി ഫ്ളാറ്റിന്റെ പുറത്തു നിന്നും വന്നവനല്ല.
അവൻ ഇതിനകം തന്നെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ രാഹുലിന് അടുത്തറിയാവുന്ന ആരോ ഒരാൾ ഔദ്യോഗികമായി അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. നോക്കൂ, ഈ 2 ഗ്ലാസുകൾ. രാഹുൽ വന്ന ഉടനെ ആർക്കോ വേണ്ടി വൈൻ എടുത്തു നൽകിയിട്ടുണ്ട്. അവൻ പ്രതിയെ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ട്, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ പ്രതി രാഹുലിൻ്റെ സുഹൃത്താണോ സാർ? ആകാം, അല്ലെങ്കിൽ സുഹൃത്തെന്ന വ്യാജേന വന്നവൻ. ഹരി, ഈ ഗ്ലാസിൻ്റെ വൈനിൻ്റെ സാമ്പിൾ അടിയന്തരമായി ലാബിലേക്ക് അയക്കണം. ഇതിൽ എന്തെങ്കിലും മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടോ എന്ന് അറിയണം. സിദ്ധാർത്ഥ് റൂമിലെ CCTV ബാക്കപ്പ് സിസ്റ്റം ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അവിടെയുള്ള കമ്പ്യൂട്ടറിൻ്റെ മെയിൻ കേബിളുകളെല്ലാം മുറിച്ചു മാറ്റപ്പെട്ട നിലയിലായിരുന്നു. പ്രതി ഡിജിറ്റൽ തെളിവുകളെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. പെട്ടെന്ന് സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ തറയിലെ ഒരു ചെറിയ അടയാളത്തിൽ പതിഞ്ഞു. ഒരു കാൽപ്പാടായിരുന്നു അത്. ചെളി പുരണ്ട ഒരു ഷൂസിൻ്റെ അടയാളം. പീരുമേട്ടിലെ ആ കല്ലുപാകിയ എസ്റ്റേറ്റ് റോഡിലെ ചുവന്ന മണ്ണും ഏലച്ചെടിയുടെ അവശിഷ്ടങ്ങളും ആ കാൽപ്പാടിലുണ്ടായിരുന്നു. അവൻ തന്നെ. സിദ്ധാർത്ഥ് പല്ലിറങ്ങി. പീരുമേട്ടിൽ മാത്യു വർഗീസിനെ കൊന്ന അതേ വേട്ടക്കാരൻ തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ എത്തി രാഹുലിനെയും കൊന്നത്. അവൻ തൻ്റെ വസ്ത്രം പോലും മാറിയിട്ടില്ല. ഒരുതരം ക്രൂരമായ ധൃതി അവനിലുണ്ട്. അപ്പോഴേക്കും സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് IG മാധവൻ തമ്പിയുടെ കോൾ വന്നു. തൻ്റെ ഏക മകന്റെ മരണവിവരം അറിഞ്ഞ് തകർന്ന അച്ഛൻ്റെ ശബ്ദം കേൾക്കാൻ സിദ്ധാർത്ഥ് ബുദ്ധിമുട്ടി. സിദ്ധാർത്ഥ്, എനിക്ക് എൻ്റെ മോനെ കൊന്നവനെ വേണം. നിയമം നോക്കണ്ട. അവനെ ജീവനോടെ എൻകൗണ്ടർ ചെയ്യണമെങ്കിൽ അതിന് ഞാൻ അനുവാദം തരാം. എൻ്റെ മകൻ, അവൻ. IG-യുടെ ശബ്ദമിടറി. സാർ, എനിക്ക് മനസ്സിലാകും. പ്രതി ആരായാലും ഞാൻ അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. എനിക്ക് സാറിൽ നിന്നും ഒരു വിവരം അറിയണം. രാഹുലിന് മാത്യു വർഗീസുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ 2 പേർക്കും പൊതുവായി അറിയാവുന്ന ആരെങ്കിലും? സിദ്ധാർത്ഥ് ചോദിച്ചു. ഫോണിൻ്റെ മറതലയ്ക്കൽ കുറച്ചു സമയം നിശബ്ദതയായിരുന്നു. പിന്നീട് IG പറഞ്ഞു, എനിക്കറിയില്ല സിദ്ധാർത്ഥ്. മാത്യു വർഗീസിനെ എനിക്ക് ഔദ്യോഗികമായി അറിയാം. പക്ഷെ എൻ്റെ മകൻ അയാളുമായി എന്ത് ബന്ധമുണ്ടാകാനാണ്? നീ അത് കണ്ടുപിടിക്കണം. ഫോൺ വെച്ചതിന് ശേഷം സിദ്ധാർത്ഥ് ചിന്താകുഴപ്പത്തിലായി. കൊല്ലപ്പെട്ട 1ാമത്തെ വ്യക്തി കോടീശ്വരനായ ബിസിനസ്സുകാരൻ. 2ാമത്തെ വ്യക്തി ഉയർന്ന പോലീസ് ഓഫീസറുടെ മകൻ. ഇവർ തമ്മിൽ എവിടെയാണ് ബന്ധപ്പെടുന്നത്? അപ്പോഴാണ് ഫ്ലാറ്റിലെ ബെഡ്റൂം പരിശോധിക്കുകയായിരുന്ന ഒരു പോലീസുകാരൻ ഒരു പഴയ ഫോട്ടോ ഫ്രെയിമുമായി സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വന്നത്. അത് രാഹുലിൻ്റെ കോളേജ് കാലത്തെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയായിരുന്നു. 4 യുവാക്കൾ തോളിൽ കൈയിട്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോയിലേക്ക് നോക്കിയ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ വിടർന്നു. ആ ഫോട്ടോയിൽ രാഹുലിൻ്റെ തൊട്ടടുത്ത് ചിരിച്ചു നിൽക്കുന്നത് മാത്യു വർഗീസിൻ്റെ കമ്പനിയിൽ നിന്നും പിരിഞ്ഞുപോയ തങ്ങൾ കഴിഞ്ഞ രാത്രി കളമശ്ശേരിയിൽ വെച്ച് ചോദ്യം ചെയ്ത ആ 3D ഡിസൈനർ അർജുൻ മേനോനായിരുന്നു. ഭൂതകാലത്തിൻ്റെ ചരടുകൾ പതുക്കെ വലിഞ്ഞു മുറുകാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ രഹസ്യം കോളേജ് കാലത്തെ ഏതോ ഇരുണ്ട അധ്യായവുമായി ബന്ധപ്പെട്ടതാണെന്ന് സിദ്ധാർത്ഥിന് ഉറപ്പായി. രാഹുൽ മാധവിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ലഭിച്ച പഴയ കോളേജ് ഗ്രൂപ്പ് ഫോട്ടോ DYSP സിദ്ധാർത്ഥ് ഭരദ്വാജിൻ്റെ അന്വേഷണത്തിന് പുതിയൊരു ദിശാബോധം നൽകി. ഫോട്ടോയിൽ കൊല്ലപ്പെട്ട രാഹുലും തങ്ങൾ കസ്റ്റഡിയിലെടുത്ത അർജുൻ മേനോനും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ അവരെ കൂടാതെ മറ്റ് 2 യുവാക്കൾ കൂടി ചിത്രത്തിൽ അതീവ സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഭൂതകാലത്തിലെ ഏതോ കറുത്ത അധ്യായമാണ് ഈ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിലെന്ന് സിദ്ധാർത്ഥിന് ഉറപ്പായി. കേസിൻ്റെ നിഗൂഢതയും വ്യാപ്തിയും വർദ്ധിച്ചതോടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ പ്രമുഖ ക്രിമിനൽ സൈക്കോളജിസ്റ്റും ഫോറൻസിക് വിദഗ്ധയുമായ ഡോക്ടർ അനഘ അന്വേഷണ സംഘത്തിലേക്ക് എത്തിച്ചേർന്നു. അന്നുച്ചയ്ക്ക് 2 മണി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ പ്രത്യേക കോൺഫറൻസ് ഹാളിൽ സിദ്ധാർത്ഥും ഹരിയും ഡോക്ടർ അനഘയുമായി ചർച്ചയിലായിരുന്നു. മേശപ്പുറത്ത് മാത്യു വർഗീസിൻ്റെയും രാഹുലിൻ്റെയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളും ഫോട്ടോകളും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ്, ഈ 2 കൊലപാതകങ്ങളുടെയും രീതി വളരെ കൃത്യവും വിചിത്രവുമാണ്. ഫോട്ടോകൾ ഓരോന്നായി പരിശോധിച്ചുകൊണ്ട് ഡോക്ടർ അനഘ പറഞ്ഞു. മുടി പുറകിലേക്ക് ഒതുക്കി കെട്ടി കൂർത്ത കണ്ണുകളുള്ള അനഘയുടെ മുഖത്ത് അതീവ ഗൗരവമുള്ള ഭാവമായിരുന്നു. നിങ്ങൾ എന്താണ് കണ്ടെത്തിയത് അനഘ? സിദ്ധാർത്ഥ് ചോദിച്ചു. നോക്കൂ, 2 ഇരകളുടെയും നെഞ്ചിൽ കൃത്യം 3 തവണ വീതമാണ് കുത്തിയിറക്കിയിട്ടുള്ളത്. സൈക്കോളജിയിൽ ഇതിനെ ഓവർ കില്ലെന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ അത് ദേഷ്യം കൊണ്ടോ ഭ്രാന്ത് കൊണ്ടോ ചെയ്തതല്ല. മുറിവുകളുടെ ആഴവും സ്ഥാനവും നോക്കൂ. ഒരേ കൃത്യതയോടെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് കൊലയാളിക്ക് ഇരകളോട് കടുത്ത പ്രതികാര ചിന്തയുണ്ടെന്നാണ്. എന്നാൽ അവൻ പൂർണ്ണ മാനസിക നിയന്ത്രണമുള്ള ഒരു ഓർഗനൈസ്ഡ് സീരിയൽ കില്ലറാണ്. ഒരൊറ്റ തെളിവ് പോലും അവൻ്റെ അബദ്ധത്തിൽ ഉപേക്ഷിക്കുന്നില്ല. അർജുൻ്റെ 3D ചിഹ്നം അവൻ മനഃപൂർവ്വം അവിടെ ഇട്ടതാണ്, പോലീസിനെ വെല്ലുവിളിക്കാൻ. അപ്പോൾ രാഹുലിൻ്റെ നെറ്റിയിലെ ആ 2 എന്നുള്ള അടയാളമോ? ഹരി ചോദിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനഘ വൈറ്റ് ബോർഡിലേക്ക് നടന്നു. അവൻ സ്വയം അപെക്സ് എന്ന് വിളിക്കുന്നു, പ്രകൃതിയിലെ ഏറ്റവും ഉയർന്ന വേട്ടക്കാരൻ. അവൻ ഇരകളെ മനുഷ്യരായിട്ടല്ല കാണുന്നത്, മറിച്ച് താൻ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളായിട്ടാണ്. ആ റോമൻ അക്കങ്ങൾ അവൻ്റെ സ്കോർ ബോർഡാണ്. മാത്യു വർഗീസിൻ്റെ നെറ്റിയിൽ ഒരുപക്ഷെ നമ്മൾ കാണാതെ പോയ 1 അടയാളം ഉണ്ടാകാം. അല്ലെങ്കിൽ അവനത് പിന്നീട് വെളിപ്പെടുത്തും. ഈ കൊലയാളി തൻ്റെ ഇരകളെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊരു റാൻഡം കില്ലിംഗ് അല്ല. സിദ്ധാർത്ഥ ആ കോളേജ് ഫോട്ടോ ബോർഡിലേക്ക് പിൻ ചെയ്തു. അനഘ പറഞ്ഞത് ശരിയാണ്.
ഈ ഫോട്ടോ നോക്കൂ. രാഹുലും അർജുനും ഒപ്പമുള്ള ഈ ഫോട്ടോ 5 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. മാത്യു വർഗീസിന്റെ കമ്പനിയുമായി അർജുൻ ബന്ധപ്പെടുന്നത് ഇതിനു ശേഷമാണ്. അതിനർത്ഥം മാത്യു വർഗീസും ഈ യുവാക്കളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊരു കണ്ണി കൂടിയുണ്ട്. ഈ ഫോട്ടോയിലുള്ള ബാക്കി 2 പേർ ആരാണെന്ന് കണ്ടെത്തിയോ ഹരി? അനഘ ചോദിച്ചു. സാർ, ഞാൻ കോളേജ് റെക്കോർഡ്സുകൾ വഴി അന്വേഷിച്ചു, ഹരി പറഞ്ഞു. ഇവർ 4 പേരും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരാണ്. രാഹുലിന്റെയും അർജുന്റെയും കൂടെ നിൽക്കുന്ന 3ാമത്തെ വ്യക്തിയാണ് വിവേക് ഷെട്ടി. അവനിപ്പോൾ ബാംഗ്ലൂരിൽ ഒരു വലിയ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. 4ാമത്തെ ആൾ, അതാണ് സാർ ഏറ്റവും ഞെട്ടിക്കുന്നത്. 4ാമത് നിൽക്കുന്ന ആ യുവാവിന്റെ പേര് കിരൺ വർഗീസ്. അവൻ കൊല്ലപ്പെട്ട ബിസിനസ്സുകാരൻ മാത്യു വർഗീസിന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മകനാണ്. മുറിയിലാകെ ഒരു നിശബ്ദത പടർന്നു. കേസിലെ കണ്ണികൾ പരസ്പരം കൂട്ടിച്ചേർക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. കിരൺ വർഗീസ് ഇപ്പോൾ എവിടെയുണ്ട് ഹരി? സിദ്ധാർത്ഥ് ആകാംക്ഷയോടെ ചോദിച്ചു. അവിടെയാണ് സാർ ഒരു വലിയ ട്വിസ്റ്റ്. കിരൺ വർഗീസ് ഇപ്പോൾ ജീവനോടെ ഇല്ല. കൃത്യം 4 വർഷം മുമ്പ് ഇടുക്കിയിലെ വാഗമണ്ണിൽ വെച്ച് നടന്ന ഒരു നിഗൂഢമായ കാർ അപകടത്തിൽ കിരൺ മരണപ്പെട്ടിരുന്നു. അവനൊപ്പം ആ കാറിലുണ്ടായിരുന്നത് ഈ രാഹുലും വിവേക് ഷെട്ടിയും അർജുൻ മേനോനുമായിരുന്നു. എന്നാൽ അവർ 3 പേരും ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കിരൺ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഹരി ആ പഴയ അപകടത്തിന്റെ ഫയൽ മേശപ്പുറത്തേക്ക് വെച്ചു. സിദ്ധാർത്ഥ് വേഗത്തിൽ ആ അപകടത്തിന്റെ ഫയൽ എടുത്തു വായിച്ചു. 4 വർഷം മുമ്പ് വാഗമണ്ണിൽ മാത്യു വർഗീസിന്റെ ഈഗിൾസ് നെസ്റ്റ് പ്രോജക്റ്റ് നടക്കുന്ന അതേ സമയത്താണ് ഈ അപകടം നടക്കുന്നത്. അർജുൻ അവിടെ ചീഫ് ഡിസൈനർ ആയിരുന്നതും ആ സമയത്താണ്. അപ്പോൾ ആ അപകടം വെറും ഒരു അബദ്ധമായിരുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല സിദ്ധാർത്ഥ്, ഡോക്ടർ അനഘ ഫയലിലേക്ക് നോക്കി പറഞ്ഞു. കിരണിന്റെ മരണത്തിന്റെ പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്. മാത്യു വർഗീസ് സ്വന്തം ജ്യേഷ്ഠന്റെ മകന്റെ മരണത്തിന് കാരണക്കാരായവരെ സംരക്ഷിക്കാൻ നോക്കുകയോ അല്ലെങ്കിൽ ആ മരണത്തിന് പിന്നിൽ മാത്യുവിന് എന്തെങ്കിലും പങ്കോ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് 1ാമതായി മാത്യുവും 2ാമതായി രാഹുലും കൊല്ലപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ അപെക്സിന്റെ അടുത്ത ലക്ഷ്യം? സിദ്ധാർത്ഥിന്റെ വാക്കുകൾ പൂർണ്ണമാക്കുന്നതിന് മുമ്പ് അനഘ അത് പൂർത്തിയാക്കി. അടുത്ത ലക്ഷ്യം ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട 3ാമത്തെ വ്യക്തിയാണ്, വിവേക് ഷെട്ടി. ഹരി ഇപ്പോൾ തന്നെ ബാംഗ്ലൂർ പോലീസുമായി ബന്ധപ്പെട്ട് വിവേക് ഷെട്ടിക്ക് സംരക്ഷണം ഉറപ്പിക്കാൻ പറയും. നമ്മൾ ഉടൻ തന്നെ ബാംഗ്ലൂർക്ക് തിരിക്കുന്നു. സിദ്ധാർത്ഥ് കസാരയിൽ നിന്നും എഴുന്നേറ്റു. പക്ഷേ വിധി അതിനേക്കാൾ വേഗത്തിലാണ് സഞ്ചരിച്ചത്. തന്റെ ഫോൺ കയ്യിലെടുത്തപ്പോഴേക്കും കൺട്രോൾ റൂമിൽ നിന്നൊരു വയർലെസ് സന്ദേശം വന്നു. DYSP സിദ്ധാർത്ഥ് ഭരദ്വാജിന് ബാംഗ്ലൂരിൽ നിന്നും ഒരു പ്രത്യേക സന്ദേശമുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിവേക് ഷെട്ടിയെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ കാണാതായിരിക്കുന്നു. അവൻ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നും വലിയ രീതിയിൽ ചോരപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയുള്ള ഭിത്തിയിൽ ചുവന്ന പെയിന്റിംഗ് കൊണ്ട് 3 എഴുതി വെച്ചിട്ടുണ്ട്. വയർലെസ് സന്ദേശം കേട്ട സിദ്ധാർത്ഥും അനഘയും പരസ്പരം നോക്കി. അപെക്സ് തങ്ങളെക്കാൾ ഒരുപാട് മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അവൻ വിവേക് ഷെട്ടിയെ ബാംഗ്ലൂരിൽ നിന്നും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. 3ാമത്തെ വേട്ടയ്ക്കുള്ള കളി അവൻ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. അവനെ ബാംഗ്ലൂരിൽ വെച്ച് കൊല്ലില്ല സിദ്ധാർത്ഥ്, അനഘ ഉറപ്പിച്ചു പറഞ്ഞു. കിരണിന്റെ മരണം നടന്നത് കേരളത്തിലാണ്. പ്രതികാരത്തിന്റെ ആൾത്താര അവൻ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഈ മണ്ണിലാണ്. അവൻ വിവേകിനെയും കൊണ്ട് കേരളത്തിലേക്ക് വരുന്നുണ്ടാകും. അവന്റെ തട്ടകം എവിടെയാണോ അങ്ങോട്ടേക്ക്. സിദ്ധാർത്ഥ് തന്റെ റിവോൾവർ ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. അവൻ എങ്ങോട്ട് വന്നാലും ഇത്തവണ അപെക്സിന്റെ വേട്ട അവസാനിക്കും. കേരളത്തിലെ എല്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളും എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ ഉത്തരവിടൂ ഹരി. നമ്മൾ വാഗമണ്ണിലേക്ക് പോകുന്നു. കാരണം ഈ കഥയുടെ തുടക്കം അവിടെയാണ്. ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖല പൂർണ്ണമായും കോടമഞ്ഞിൽ മുങ്ങിയിരുന്നു. വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡിലൂടെ DYSP സിദ്ധാർത്ഥ് ഭരദ്വാജിന്റെ ജീപ്പ് അതിവേഗത്തിൽ വാഗമൺ ലക്ഷ്യമാക്കി പാഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഹരി അതീവ ശ്രദ്ധയോടെയാണ് വണ്ടി നിയന്ത്രിച്ചിരുന്നത്. തൊട്ടടുത്ത സീറ്റിൽ ഫയലുകളിലേക്ക് നോക്കി ആലോചനയിലാണ്ട് കിടക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. പുറകിലെ സീറ്റിൽ ഡോക്ടർ അനഘയും ഇരിപ്പുണ്ടായിരുന്നു. അനഘ, ബാംഗ്ലൂരിൽ നിന്നും വിവേക് ഷെട്ടിയെ തട്ടിക്കൊണ്ടുപോയ രീതി അത് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സിദ്ധാർത്ഥ് തന്റെ ചിന്തകൾ പങ്കുവച്ചു. അവനവിടെ ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ ഒരു കറുത്ത ആംബുലൻസ് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. അതിലെ നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു. വിവേകിനെ ബോധം കെടുത്തി ആ വണ്ടിയിലാണ് അവൻ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അതേ സിദ്ധാർത്ഥ്, അനഘ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു. അപെക്സ് തന്റെ ഇരകളെ ഒരേ സ്ഥലത്ത് വെച്ചല്ല കൊല്ലുന്നത്, പക്ഷെ അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ പഴയ ലൊക്കേഷനിലേക്ക് അവൻ തിരികെ വരുന്നുണ്ട്. 4 വർഷം മുമ്പ് കിരൺ വർഗീസ് മരിച്ച ആ വാഗമൺ പ്രോജക്ട് സൈറ്റിന് ചുറ്റും തന്നെയാണ് അവന്റെ മനസ്സിപ്പോൾ സഞ്ചരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം അവർ വാഗമണ്ണിലെ ആ പഴയ ദി ഈഗിൾസ് നെസ്റ്റ് റിസോർട്ട് പ്രോജക്ട് സൈറ്റിൽ എത്തിച്ചേർന്നു. പാതി വഴിയിൽ നിർത്തിവെച്ച കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, കാട് പിടിച്ചു കിടക്കുന്ന പരിസരവും തുരുമ്പെടുത്ത ഇരുമ്പ് കമ്പികളും, കട്ട പിടിച്ചു കിടക്കുന്ന മൂടൽമഞ്ഞിൽ ആ സ്ഥലം ഒരു പ്രേത ഭൂമി പോലെ തോന്നിപ്പിച്ചു. അവിടെ വരെ കാത്തുനിന്ന് പീരുമേട് ലോക്കൽ SI അവരെ ഒരു പഴയ തടിമേശയും കസാരയുമുള്ള താൽക്കാലിക ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സാർ, നിങ്ങൾ പറഞ്ഞത് പ്രകാരം മാത്യു വർഗീസിന്റെ ഈ ഓഫീസിൽ ഞങ്ങൾ ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. അവിടെ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചില പഴയ ഫയലുകൾ കിട്ടിയിട്ടുണ്ട്. SI ഒരു പ്ലാസ്റ്റിക് കവറിലിരുന്ന സാധനങ്ങൾ മേശപ്പുറത്ത് വെച്ചു.
അതിലൊരു പഴയ ചുവന്ന കവർ ചെയ്ത ഡയറിയും ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വേഗത്തിൽ ആ ചുവന്ന ഡയറി കയ്യിലെടുത്തു. അത് കൊല്ലപ്പെട്ട ബിസിനസ്സുകാരൻ മാത്യു വർഗീസിന്റെ സ്വന്തം കൈപ്പടയിലുള്ള ഡയറിയായിരുന്നു. 4 വർഷം മുമ്പുള്ള തീയതികളാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥ് തന്റെ താളുകൾ ഓരോന്നായി മറിച്ചു. ആദ്യത്തെ കുറേ താളുകളിൽ ബിസിനസ് കണക്കുകളും സിമന്റ് കമ്പി എന്നിവയുടെ ഓർഡറുകളുമായിരുന്നു. എന്നാൽ കിരൺ വർഗീസ് മരിച്ച ആ കറുത്ത ദിവസത്തെ തീയതിയിലേക്ക് 2022 മെയ് 14 എത്തിയപ്പോൾ ഡയറിയിലെ വരികളുടെ സ്വഭാവം മാറി. സിദ്ധാർത്ഥ് അത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. മെയ് 14, ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ദിവസമാണ്. കിരൺ ഇനിയില്ല. വാഗമന്റെ കൊക്കയിലേക്ക് കാറ് മറിഞ്ഞാണ് അവൻ മരിച്ചതെന്നാണ് പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ സത്യം അതല്ല. കിരണിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ 3 സുഹൃത്തുക്കൾ, രാഹുൽ, വിവേക്, അർജുൻ, അവരാണ് അവനെ കൊന്നത്. കോളേജിലെ ഏതോ തർക്കത്തിന്റെ പേരിൽ അവരവനെ മർദ്ദിച്ച് വണ്ടിയിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. IG മാധവൻ തമ്പിയുടെ മകൻ രാഹുൽ കൂടെയുള്ളതുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ എനിക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. എൻ്റെ ബിസിനസ് തകരാതിരിക്കാനും IG-യുടെ സഹായം എനിക്ക് ആവശ്യവുമുണ്ട്. അതുകൊണ്ട് കിരണിന്റെ മരണം ഒരു അടിയന്തര അപകടമായി മാറ്റാൻ ഞാൻ ഒത്തുകൊടുത്തു. സ്വന്തം ചോരയെ ഞാൻ പണത്തിനു വേണ്ടി ഒറ്റിക്കൊടുത്തു. ദൈവം എന്നോട് ക്ഷമിക്കില്ല. ഡയറിയിലെ ആ വരികൾ കേട്ട് മുറിയിലാകെ കനത്ത നിശബ്ദത പടർന്നു. ഹരിയുടെയും അനഘയുടെയും മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു. മൈ ഗോഡ്! അനഘ നെറ്റിയിൽ കൈവച്ചു. അപ്പോൾ കിരണിന്റെ മരണം അപകടമായിരുന്നില്ല, അതൊരു ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. രാഹുലും വിവേകും അർജുനും ചേർന്നാണ് അത് ചെയ്തത്. മാത്യു വർഗീസിന്റെ സ്വന്തം ലാഭത്തിനു വേണ്ടി സ്വന്തം അനന്തരവന്റെ കൊലപാതകം മൂടിവെച്ചു. അതുകൊണ്ടാണ് അപെക്സ് മാത്യു വർഗീസിനെ ഒന്നാമതായും IG-യുടെ മകൻ രാഹുലിനെ രണ്ടാമതായും കൊന്നത്. സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ കേസിന്റെ പൂർണ്ണമായ ചിത്രം തെളിഞ്ഞു വന്നു. ഇപ്പോൾ 3ാമത്തെ പ്രതിയായ വിവേക് ഷെട്ടിയുടെ ഊഴമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? കിരണിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ മാത്രം അവന് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി നിൽക്കുന്ന ഈ അപെക്സ് ആരാണ്? കിരണിന്റെ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഹരി? അനഘ ചോദിച്ചു. കിരണിന്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ് സാർ. അമ്മ ഭ്രാന്ത് പിടിച്ചൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. അവന് മറ്റ് സഹോദരങ്ങൾ ആരുമുള്ളതായി റെക്കോർഡ്സിലില്ല, ഹരി പറഞ്ഞു. സിദ്ധാർത്ഥ് ഡയറിയുടെ അടുത്ത താളുകൾ മറിച്ചു. ഡയറിയുടെ അവസാന ഭാഗത്ത് മാത്യു വർഗീസ് ഒരു കാര്യം കൂടി കുറിച്ചിട്ടുണ്ടായിരുന്നു. കിരണിന് ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു. കോളേജിൽ അവനൊപ്പം നിഴൽ പോലെ നടന്നവൻ. കിരണിന്റെ മരണത്തിന് പിന്നിലെ സത്യം അവൻ അറിഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. നിയമം നിങ്ങൾക്ക് ശിക്ഷ നൽകിയിട്ടില്ലെങ്കിൽ പ്രകൃതിയുടെ നിയമം നിങ്ങളെ വേട്ടയാടുമെന്നാണ് അവൻ പറഞ്ഞത്. അവന്റെ പേര്, ആ പേരെഴുതിയ ഭാഗം ഡയറിയിൽ നിന്നും ക്രൂരമായി കീറിമാറ്റപ്പെട്ടിരിക്കുന്നു. പ്രതി ഇതിനകം തന്നെ ഡയറി വായിച്ചിട്ടുണ്ട്, സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ മാത്യുവിനെ കൊല്ലുന്നതിന് മുമ്പ് ഈ ഡയറി കൈക്കലാക്കി തന്റെ പേര് വിവരങ്ങളുള്ള ഭാഗം കീറി നശിപ്പിച്ചു. അവൻ എത്രമാത്രം ബുദ്ധിമാനാണെന്ന് നോക്കൂ. പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന SIയുടെ വയർലെസ് സെറ്റ് ഉച്ചത്തിൽ ശബ്ദിച്ചു. പീരുമേട് DYSPക്ക് വാഗമൺ മൊട്ടക്കുന്നിന് താഴെയുള്ള പഴയ പൈൻ ഫോറസ്റ്റിന്റെ സമീപം ഒരു കറുത്ത ആംബുലൻസ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വണ്ടിക്കുള്ളിൽ ആരുമില്ല, പക്ഷേ വണ്ടിയുടെ ഗ്ലാസിൽ ചോര കൊണ്ടൊരു ചിഹ്നം വരച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഒട്ടും സമയം കളയാതെ എഴുന്നേറ്റു. അവൻ ഇവിടെ തന്നെയുണ്ട്. അവൻ വിവേക് ഷെട്ടിയുമായി ഈ കാടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഹരി. ലോക്കൽ പോലീസ് സേനയും സായുധ സംഘവും ഉടൻ തന്നെ പൈൻ ഫോറസ്റ്റ് വളയും. ഇത്തവണ അവൻ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടരുത്. മഞ്ഞിന്റെ മൂടുപടം തുളച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ വണ്ടി പൈൻ ഫോറസ്റ്റിലേക്ക് കുതിച്ചു. പ്രതികാരത്തിന്റെ 3ാമത്തെ അധ്യായം എഴുതി ചേർക്കാൻ അപെക്സ് ആ കാടിന്റെ ഇരുളിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വിവേക് ഷെട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സിദ്ധാർത്ഥിന് ഇനി വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. വാഗമണ്ണിലെ പ്രശസ്തമായ പൈൻ ഫോറസ്റ്റിലേക്ക് മഞ്ഞൊരു വലിയ വെള്ളപ്പുതപ്പ് പോലെ പെയ്തിറങ്ങിക്കൊണ്ടേയിരുന്നു. ഉച്ച കഴിഞ്ഞ സമയമായിരുന്നിട്ടും വലിയ പൈൻമരങ്ങൾ സൂര്യപ്രകാശത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്തിയതിനാൽ കാടിന്റെ ഉള്ളിൽ സന്ധ്യയായതുപോലെയുള്ള ഇരുട്ടായിരുന്നു. കൺട്രോൾ റൂമിൽ നിന്നും സന്ദേശം ലഭിച്ച ഉടൻ തന്നെ DYSP സിദ്ധാർത്ഥ് ഭരദ്വാജും സായുധ പോലീസ് സംഘവും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു. കാടിന്റെ അതിർത്തിയിൽ റോഡരികിലായി ആ കറുത്ത ആംബുലൻസ് ജനലുകളെല്ലാം തുറന്നിട്ട നിലയിൽ കിടപ്പുണ്ടായിരുന്നു. വണ്ടിയുടെ മുൻവശത്തെ വിൻഷീൽഡ് ഗ്ലാസിൽ കട്ട പിടിച്ച ചോര കൊണ്ട് ആ വിചിത്രമായ പരുന്തിന്റെ ചിഹ്നം വരച്ചു ചേർത്തിരുന്നു. സിദ്ധാർത്ഥ് ഗ്ലൗസ് ധരിച്ച കൈകൊണ്ട് ആംബുലൻസിന്റെ ഡോറ് തുറന്നു. അകത്ത് വിവേക് ഷെട്ടിയുടെ ബാഗും വസ്ത്രങ്ങളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. സീറ്റിൽ മയക്കുമരുന്ന് മണക്കുന്ന ഒരു ക്ലോറോഫോം കുപ്പിയും അതിന്റെ അവശിഷ്ടങ്ങളും കാണാമായിരുന്നു. സാർ, പ്രതി വിവേക് ഷെട്ടിയെയും കൊണ്ട് ഈ കാടിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. കാട്ടിലെ നനഞ്ഞ മണ്ണിലേക്ക് ടോർച്ചടിച്ച് നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു. മണ്ണിൽ 2 പേരുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഒരാൾ മറ്റൊരാളെ വലിച്ചഴിച്ചു കൊണ്ടുപോയതിന്റെ പാടായിരുന്നു. ഹരി ഫോറസ്റ്റ് ഗാർഡുകളെയും കൂട്ടി 3 ടീമായി തിരിഞ്ഞ് കാട് എത്രയും പെട്ടെന്ന് അരിച്ചു പറക്കണം. കയ്യിൽ വയർലെസ് സെറ്റുകൾ കരുതുക. എന്തെങ്കിലും അനക്കമുണ്ടായാൽ പരസ്പരം അറിയിക്കണം. ഓർത്തോളൂ, അവൻ അതീവ അപകടകാരിയാണ്. സിദ്ധാർത്ഥ് തന്റെ സർവീസ് റിവോൾവർ കയ്യിലെടുത്തു. ഡോക്ടർ അനഘ വണ്ടിയുടെ പുറകിൽ നിന്നും കാടിന്റെ നിഗൂഢതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. സിദ്ധാർത്ഥ്, ഒരു കാര്യം ശ്രദ്ധിക്കണം. അവൻ ആംബുലൻസ് ഇവിടെ പരസ്യമായി ഉപേക്ഷിച്ചത് നമ്മളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ്.
ഇതൊരു ട്രാപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സീരിയൽ കില്ലർ ഒരിക്കലും തന്നെ വേട്ടയാടുന്നവർക്ക് ഇത്ര എളുപ്പത്തിൽ വഴി കാണിച്ചു കൊടുക്കില്ല. എനിക്കറിയാം അനഘ, പക്ഷെ നമുക്ക് മുന്നിൽ മറ്റു വഴികളില്ല. വിവേക് ഷെട്ടിയുടെ ജീവൻ അപകടത്തിലാണ്. കഴിഞ്ഞ 2 കൊലപാതകങ്ങളും അവൻ വളരെ പെട്ടെന്നാണ് നടത്തിയത്. സിദ്ധാർത്ഥ് കാടിന്റെ ഉള്ളിലേക്ക് നടന്നു. മരങ്ങൾക്കിടയിലൂടെ മഞ്ഞിനെ കീറിമുറിച്ച് സിദ്ധാർത്ഥും അരിയും 3 പോലീസുകാരും മുന്നോട്ട് നീങ്ങി. കാടിന്റെ വന്യമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവരുടെ ബൂട്ട്സുകളുടെ ശബ്ദം മാത്രം കേട്ടു. കാറ്റടിക്കുമ്പോൾ പൈനിലകൾ വീഴുന്ന ശബ്ദം പോലും അവരിൽ ഭീതിയുണർത്തി. ഏകദേശം 20 മിനിറ്റോളം ഉള്ളിലേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് ദൂരെ മരങ്ങൾക്കിടയിൽ നിന്നും ഒരു നേർത്ത കരച്ചിൽ ശബ്ദം കേട്ടു. ആരോ വായിൽ തുണി തിരികിയ നിലയിൽ ദയനീയമായി മൂളുന്ന ശബ്ദം. സാർ, ആ വശത്തു നിന്നാണ് ശബ്ദം വന്നത്. ഹരി വിരൽ ചൂണ്ടി. സിദ്ധാർത്ഥ ആംഗ്യം കാണിച്ചുകൊണ്ട് എല്ലാവരെയും നിശബ്ദരാക്കി. അവർ തോക്കുകൾ മുന്നോട്ട് ചൂണ്ടി പതുക്കെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി. മുന്നിലെ വലിയൊരു പൈൻമരത്തിന്റെ പുറകിലായി ഒരാൾ ഇരിക്കുന്നത് കണ്ടു. ഒരു കസേരയിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു ആ രൂപം. മുഖം കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. വിവേക് ഷെട്ടി. ഹരി ആവേശത്തോടെ മുന്നോട്ടാഞ്ഞു. ഹരി നിൽക്കൂ, സിദ്ധാർത്ഥ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഹരി ആ രൂപത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. ഹരി പെട്ടെന്ന് ആ രൂപത്തിന്റെ മുഖത്തെ കറുത്ത തുണി മാറ്റി. അവിടെ ഇരുന്നിരുന്നത് വിവേക് ഷെട്ടി ആയിരുന്നില്ല. അത് പീരുമേട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പ്രകാശായിരുന്നു. പ്രകാശിന്റെ വായ പ്ലാസ്റ്റർ ഒട്ടിച്ച് അടച്ചിരുന്നു. കണ്ണുകളിൽ മരണഭയം നെളിച്ചിരുന്നു. അവർ തലയിട്ടിളക്കിക്കൊണ്ട് ഹരിയോട് മാറിപ്പോകാൻ ആംഗ്യം കാണിക്കുകയായിരുന്നു. പ്രകാശ് സാർ, ഇതെന്താണ്? ഹരി അമ്പരന്ന് പോയി. പെട്ടെന്നാണ് പ്രകാശിന്റെ കസാരയ്ക്ക് താഴെ നിന്നും ഒരു ചെറിയ ചുവന്ന LED ലൈറ്റ് മിന്നിക്കത്താൻ തുടങ്ങിയത്. ഒരു ഡിജിറ്റൽ ടൈമർ. അതിൽ സെക്കൻഡുകൾ അതിവേഗം പുറകിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. 3, 2, 1 ബോംബ്! ഹരി ഓടിക്കോ! സിദ്ധാർത്ഥ് പൂർണ്ണ ശക്തിയോടെ നിലവിളിച്ചുകൊണ്ട് പുറകിലേക്ക് ഓടി. തൊട്ടടുത്ത നിമിഷം കാടിനെ നടുക്കിക്കൊണ്ട് ആ ഭീകരമായ സ്ഫോടനം നടന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മരങ്ങൾ ഉലഞ്ഞു. കരിയിലകളും മണ്ണും മുകളിലേക്ക് തെറിച്ചുയർന്നു. സിദ്ധാർത്ഥ് മനകയും മണ്ണിലേക്ക് വീണുപോയിരുന്നു. സിദ്ധാർത്ഥ് പതുക്കെ തലയുയർത്തി നോക്കി. പുകപടലങ്ങൾക്കിടയിലൂടെ കണ്ട കാഴ്ച അയാളുടെ നെഞ്ച് തകർത്തു കളഞ്ഞു. കസാരയിലിരുന്ന SI പ്രകാശ് സംഭവ സ്ഥലത്ത് തന്നെ ചിതറിപ്പോയിരിക്കുന്നു. അതിന്റെ അരികിലായി സബ് ഇൻസ്പെക്ടർ ഹരി ചോരയിൽ കുളിച്ച് നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഹരിയുടെ കാലുകൾക്ക് കടുത്ത പരിക്കേറ്റിരുന്നു. ഹരി! സിദ്ധാർത്ഥ് നിലവിളിച്ചുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഹരി അബോധാവസ്ഥയിലായിരുന്നു. ശ്വാസം വളരെ പതുക്കിയാണ് എടുക്കുന്നത്. അനഘ, പെട്ടെന്ന് ലോക്കൽ ആംബുലൻസ് വിളിക്കൂ. ഹരിക്ക് ജീവനുണ്ട്. സിദ്ധാർത്ഥിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തങ്ങളെ വഴിതെറ്റിക്കാൻ വില്ലൻ ഒരുക്കിയ കെണിയിൽ തങ്ങളുടെ സ്വന്തം ഉദ്യോഗസ്ഥന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഡോക്ടർ അനഘ വിറയ്ക്കുന്ന ഫോണുമായി കൺട്രോൾ റൂമിലേക്ക് വിവരം കൈമാറി. സിദ്ധാർത്ഥ് ദേഷ്യവും വിഷമവും സഹിക്കാൻ കഴിയാതെ തറയിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. പെട്ടെന്ന് ആ കാടിന്റെ മറുഭാഗത്ത് ഇരുളിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള ഒരു മരക്കൊമ്പിൽ ഒരു ഫോൺ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് പതുക്കെ എഴുന്നേറ്റ് തോക്കും ചൂണ്ടി ആ ഫോണിന്റെ അടുത്തേക്ക് നടന്നു. ഫോണിന്റെ സ്ക്രീനിൽ അപെക്സ് എന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് കടിച്ചമർത്തിയ ദേഷ്യത്തോടെ ഫോൺ എടുത്തു. നീ ഒരു മൃഗമാണ്. നേർക്ക് നേർ വരാൻ ധൈര്യമില്ലാത്ത ഭീരു. സിദ്ധാർത്ഥ് ഫോണിലൂടെ അലറി. മറുപുറത്തു നിന്നും കമ്പ്യൂട്ടറൈസ്ഡ് ശബ്ദം വളരെ ശാന്തമായി ചിരിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ സിദ്ധാർത്ഥ്, ഇത് വേട്ടക്കാരന്റെ കാടാണ്. ഇവിടെ നിയമങ്ങൾ ഞാനാണ് നിശ്ചയിക്കുന്നത്. പാവം പോലീസുകാർ എന്റെ കെണിയിൽ വന്ന് വീണു. നിങ്ങൾ ഹരിയെ രക്ഷിക്കാൻ നോക്കുന്ന ഈ സമയത്ത് വിവേക് ഷെട്ടിയുടെ നെഞ്ചിലേക്ക് എന്റെ കത്തി ആഴത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവൻ ചെയ്ത ഓരോ പാപത്തിൻ്റെയും ശമ്പളം അവൻ വാങ്ങിയിരിക്കുന്നു. ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള ആ 4-ാമൻ അർജുൻ മേനോൻ. അവനാണ് എൻ്റെ അവസാനത്തെ ലക്ഷ്യം. അവനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. കാത്തിരിക്കൂ. ഫോൺ കട്ടായി. സിദ്ധാർത്ഥ് ഫോൺ ദൂരേക്ക് എറിഞ്ഞു. വില്ലൻ 3-ാമത്തെ കൊലപാതകവും വിജയകരമായി നടത്തി കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെ കണ്ണിൽ പൊടിയിട്ടവൻ വിവേക് ഷെട്ടിയെ കാടിന്റെ മറ്റൊരു കോണിൽ വെച്ച് ഇല്ലാതാക്കി. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരു DYSPക്ക് നേരെ നടന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അത്. അപെക്സ് എന്ന ആ അദൃശ്യനായ ശത്രു ഇപ്പോൾ പോലീസിനേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത്. സബ് ഇൻസ്പെക്ടർ പ്രകാശിന്റെ ദാരുണമായ മരണവും കേരള പോലീസിനെ ഒന്നടങ്കം ഉലച്ചു കളഞ്ഞു. സാരമായി പരിക്കേറ്റ ഹരിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ICUയിലേക്ക് മാറ്റി. അപെക്സ് എന്ന കൊലയാളി പോലീസിന് നേരെ നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാടിന്റെ മറുഭാഗത്തുള്ള ഒരു ആഴമേറിയ കുക്കയിൽ നിന്നും 3-ാമത്തെ ഇരയായ വിവേക് ഷെട്ടിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു. മുൻപത്തെ കൊലപാതകങ്ങളെ പോലെ തന്നെ നെഞ്ചിൽ കൃത്യമായ 3 കുത്തുകൾ. എന്നാൽ ഇത്തവണ അവന്റെ നെറ്റിയിൽ ചോര പറ്റിയ നിലയിൽ ബ്ലഡ് കൊണ്ട് 3 ആഴത്തിൽ വരഞ്ഞു ചേർത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ നിരന്തരം പ്രത്യക്ഷപ്പെട്ടു. കേരളത്തെ നടുക്കിയ സൈക്കോപാത്തിക് പരമ്പര കൊലയാളി പോലീസിനെ ബോംബ് വെച്ച് തകർത്തു. സ്വയം അപെക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന കൊലയാളിക്കായി തെരച്ചിൽ ഊർജിതം. പോലീസിന്റെ വീഴ്ചയോ?
നാട്ടിലാകെ ഭീതിയുടെ കനത്ത അന്തരീക്ഷം പടർന്നു. ആളുകൾ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ അപെക്സ് എന്ന പേര് ട്രെൻഡിംഗ് ആയി. ഒരു അദൃശ്യനായ വേട്ടക്കാരൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്രമായി നടക്കുന്നത് സർക്കാരിനും വലിയ തലവേദനയായി. അതേസമയം കോട്ടയം പോലീസ് ക്ലബിലെ പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ മുറിയിൽ ഡിവൈഎസ്പി സിദ്ധാർത്ഥ് ഭരദ്വാജും ഡോക്ടർ അനഘയും ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ 48 മണിക്കൂറായി സിദ്ധാർത്ഥ് ഉറങ്ങിയിട്ടില്ല. അയാളുടെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. പ്രകാശിന്റെ മരണവും ഹരിയുടെ അവസ്ഥയും അയാളെ അത്രമേൽ തളർത്തിയിരുന്നുവെങ്കിലും ഉള്ളിലെ പ്രതികാര ചിന്ത അയാളെ കൂടുതൽ ശക്തനാക്കി. അവൻ മാധ്യമങ്ങളെയും ജനങ്ങളെയും ഭയപ്പെടുത്താൻ തുടങ്ങി. സിദ്ധാർത്ഥ് മേശപ്പുറത്തിരുന്ന പത്രങ്ങൾ നോക്കിക്കൊണ്ട് ഡോക്ടർ അനഘ പറഞ്ഞു, ഇതാണ് ഒരു അപെക്സ് പ്രഡേറ്ററിന്റെ മാനസികാവസ്ഥ. അവൻ താൻ ചെയ്യുന്ന ക്രൂരതകളിൽ ഒരുതരം വന്യമായ ആനന്ദം കണ്ടെത്തും. സമൂഹം തന്നെക്കുറിച്ച് സംസാരിക്കണം, പോലീസ് തനിക്ക് പുറകെ വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവനൊരു വലിയ തെറ്റ് ചെയ്തു അനഘ. സിദ്ധാർത്ഥ് കസാരയിൽ നിന്ന് മുന്നോട്ടാഞ്ഞു. അവൻ ഫോണിലൂടെ അടുത്ത ലക്ഷ്യം അർജുൻ മേനോനാണെന്ന് എന്നോട് വെളിപ്പെടുത്തി. കിരൺ വർഗീസിന്റെ മരണത്തിന് കാരണക്കാരായ 4 പേരിൽ 3 പേരെ അവൻ തീർത്തു. ഇനി ബാക്കിയുള്ളത് നമ്മുടെ കസ്റ്റഡിയിലുള്ള അർജുൻ മാത്രമാണ്. അർജുനെ കൊന്നാൽ മാത്രമേ അവന്റെ ഈ പ്രതികാര പരമ്പര പൂർണ്ണമാവൂ. അതുകൊണ്ട് അർജുൻ മേനോൻ തന്നെയാണ് ഇനി അവനെ പിടിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ കെണി. അത് അപകടമാണ് സിദ്ധാർത്ഥ്, അനഘ മുന്നറിയിപ്പ് നൽകി. അവൻ അർജുനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ സുരക്ഷ ഒരുക്കിയാലും അത് തകർക്കാനുള്ള ബുദ്ധി അവൻ ഉപയോഗിക്കും. കാരണം അവൻ ടെക്നോളജിയിലും ആസൂത്രണത്തിലും നമ്മളെക്കാൾ മുന്നിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കളി മാറ്റാൻ പോകുന്നത്. സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഒരു നിഗൂഢമായ ചിരി വിരിഞ്ഞു. അപെക്സ് വിചാരിക്കുന്നത് അർജുൻ ഇപ്പോഴും കളമശ്ശേരിയിലോ കൊച്ചിയിലോ ഉള്ള ഏതെങ്കിലും സാധാരണ ലോക്കപ്പിലാണെന്നാണ്. എന്നാൽ നമ്മൾ അവനെ അതീവ രഹസ്യമായി മറ്റൊരിടത്തേക്ക് മാറ്റാൻ പോകുന്നു. അപെക്സിനെ നമ്മുടെ തട്ടകത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മൈൻഡ് ഗെയിം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഉടൻ തന്നെ ഫോണെടുത്ത് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് തൻ്റെ പുതിയ പ്ലാൻ വിശദീകരിച്ചു. മാധ്യമങ്ങളിലൂടെ ഒരു വ്യാജ വാർത്ത നൽകാനായിരുന്നു സിദ്ധാർത്ഥിന്റെ തീരുമാനം. അടുത്തൊരു മണിക്കൂറിന്റെ ഉള്ളിൽ എല്ലാ ചാനലുകളിലും ആ വാർത്ത വന്നു. അപെക്സ് കൊലപാതക കേസിലെ പ്രധാന സാക്ഷിയും സംശയിക്കപ്പെടുന്ന വ്യക്തിയുമായ അർജുൻ മേനോനെ സുരക്ഷാ കാരണങ്ങളാൽ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിലേക്ക് മാറ്റാൻ പോലീസ് തീരുമാനിച്ചു. വാർത്ത പുറത്തു വന്നതോടെ ഇൻവെസ്റ്റിഗേഷൻ മുറിയിൽ ഒരുതരം ഉദ്വേഗം പടർന്നു. നീ വിചാരിക്കുന്നത് പോലെ അവൻ ഈ വാർത്ത വിശ്വസിക്കുമോ സിദ്ധാർത്ഥ്? അനഘ ചോദിച്ചു. തീർച്ചയായും വിശ്വസിക്കും. കാരണം അവൻ പോലീസിന്റെ വാർത്തകൾ നിരന്തരം നിരീക്ഷിക്കുന്നവനാണ്. അർജുനെ സെൻട്രൽ ജയിലിന്റെ ഉള്ളിൽ കയറ്റിയാൽ പിന്നെ അവന് തൊടാൻ കഴിയില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ ഇന്ന് രാത്രി ആ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് അർജുനെ ആക്രമിക്കാൻ പരമാവധി ശ്രമിക്കും. വഴിയിൽ വെച്ച് അവനെ വേട്ടയാടാൻ അവൻ വരും. പക്ഷെ ആ യാത്രയിൽ വണ്ടിയിൽ ഉണ്ടാകുന്നത് യഥാർത്ഥ അർജുന ആയിരിക്കില്ല, പകരം പോലീസിന്റെ കമാൻഡോകളായിരിക്കും. സിദ്ധാർത്ഥ് പ്ലാൻ വെളിപ്പെടുത്തി. യഥാർത്ഥ അർജുൻ മേനോനെ കോട്ടയത്തെ ഒരു രഹസ്യ പോലീസ് സേഫ് ഹൗസിൽ സിദ്ധാർത്ഥിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ പാർപ്പിക്കാനായിരുന്നു തീരുമാനം. കനത്ത മതിൽക്കെട്ടുകളുള്ള ക്യാമറകൾ നിറഞ്ഞ ആ പഴയ ഒഴിഞ്ഞ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലേക്ക് അർജുനെ മാറ്റി. രാത്രി 7:30ആയി. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കോട്ടയത്തെ ആ രഹസ്യ സേഫ് ഹൗസിന്റെ ജനലിന്റെ അരികിൽ ഇരുട്ടിലേക്ക് നോക്കി അർജുൻ മേനോൻ ഇരിക്കുകയാണ്. അവന്റെ ശരീരം പേടികൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. തന്റെ സുഹൃത്തുക്കളെല്ലാം ഓരോരുത്തരായി കൊല്ലപ്പെട്ട വിവരം അവൻ അറിഞ്ഞിരുന്നു. അടുത്ത ഊഴം തന്റേതാണെന്ന ബോധം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. സിദ്ധാർത്ഥ അർജുന്റെ അരികിലേക്ക് നടന്നു ചെന്നു. അർജുൻ, ഭയപ്പെടണ്ട, നീ ഇവിടെ പൂർണ്ണ സുരക്ഷിതനാണ്. പുറത്ത് എൻ്റെ ഏറ്റവും വിശ്വസ്തരായ സായുധ പോലീസുകാർ കാവലുണ്ട്. നീ ആ പഴയ അപകടത്തെക്കുറിച്ച് എന്നോട് എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ? അർജുൻ പതുക്കെ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി. സാർ, അപെക്സ് എന്നെ ജീവനോടെ വിടില്ല. വിവേകിനെയും രാഹുലിനെയും കൊന്നതുപോലെ അവൻ എന്നെയും കൊല്ലും. സാർ, ഞങ്ങൾക്കന്ന് പറ്റിയത് ഒരു തെറ്റാണ്. കിരൺ മരിച്ച ആ രാത്രിയിൽ അർജുൻ എന്തോ വലിയൊരു സത്യം തുറന്നു പറയാൻ തുടങ്ങിയ നിമിഷം പെട്ടെന്ന് ആ വലിയ ക്വാർട്ടേഴ്സിലെ കറണ്ട് പൂർണ്ണമായും കട്ടായി. മുറിയിലാകെ കരിനിഴൽ പടർന്നു. പുറത്ത് കാവൽ നിന്നിരുന്ന പോലീസുകാരുടെ വയർലെസ് സെറ്റുകളിൽ നിന്നും വലിയ രീതിയിലുള്ള ജാമിംഗ് ശബ്ദം വരാൻ തുടങ്ങി. സിദ്ധാർത്ഥ്, എന്തോ കുഴപ്പമുണ്ട്. ഇരുട്ടിൽ നിന്നും ഡോക്ടർ അനഘ വിളിച്ചു പറഞ്ഞു. സിദ്ധാർത്ഥ് വേഗത്തിൽ തന്റെ സർവീസ് റിവോൾവർ കയ്യിലെടുത്തു. തങ്ങളൊരുക്കിയ കെണിയിലേക്ക് അപെക്സ് വരുമെന്നാണ് സിദ്ധാർത്ഥ് കരുതിയത്. എന്നാൽ അവൻ പോലീസിന്റെ നീക്കങ്ങളെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് യഥാർത്ഥ അർജുൻ ഇരിക്കുന്ന ഈ രഹസ്യ താവളം തന്നെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. തുടർച്ചയായ കനത്ത ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ആ ക്വാർട്ടേഴ്സിന്റെ വലിയ മതിൽക്കെട്ടിന്റെ മുകളിൽ ഒരു കറുത്ത രൂപം നിൽക്കുന്നത് സിദ്ധാർത്ഥ് കണ്ടു. മുഖത്ത് ഭീകരമായ പരുന്തിന്റെ മാസ്ക് ധരിച്ച അപെക്സ്. അവൻ ആ ഇരുട്ടിലേക്ക് നോക്കി തന്റെ കയ്യിലിരുന്ന് തിളങ്ങുന്ന കത്തി ഉയർത്തിക്കാട്ടി. വേട്ടക്കാരൻ വീണ്ടും ഒരു പടി മുന്നിലെത്തിയിരിക്കുന്നു. കനത്ത ഇരുട്ടിൽ ആ സേഫ് ഹൗസിന്റെ ഉള്ളിൽ വെച്ച് സിദ്ധാർത്ഥും അപെക്സും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങുകയായിരുന്നു. അനഘ അർജുന്റെ കൈ പിടിച്ച് ആ മേശയുടെ ചുവട്ടിലേക്ക് മാറിയിരിക്കും. ഒച്ചയുണ്ടാക്കരുത്, സിദ്ധാർത്ഥ് ഇരുട്ടിലേക്ക് നോക്കി ആജ്ഞാപിച്ചു. അയാൾ തന്റെ സർവീസ് റിവോൾവർ ഇരുട്ടിലേക്ക് ചൂണ്ടി പതുക്കെ വാതിലിന്റെ അരികിലേക്ക് നടന്നു. വിറയ്ക്കുന്ന കൈകളോടെ അർജുൻ മേനോൻ തറയിൽ അമർന്നിരുന്നു.
തൊട്ടടുത്ത നിമിഷം പുറത്തെ കനത്ത മഴയ്ക്കിടയിലൂടെ 2 വെടിയൊച്ചകൾ കേട്ടു. അത് പോലീസുകാരുടെ തോക്കിൽ നിന്നും ഉതിർത്തതായിരുന്നില്ല, മറിച്ച് വളരെ സൈലന്റായ ഒരു എയർ പിസ്റ്റളിൽ നിന്നും സൈലൻസർ ഘടിപ്പിച്ചു വന്ന വെടിയൊച്ചകളായിരുന്നു. പുറത്തുണ്ടായിരുന്ന 2 സായുധ പോലീസുകാർ അബോധാവസ്ഥയിലായി നിലത്ത് വീഴുന്ന ശബ്ദം സിദ്ധാർത്ഥ് കൃത്യമായി കേട്ടു. അപെക്സ് അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് ക്വാർട്ടേഴ്സിന്റെ മുൻവാതിൽ ഒരു വലിയ ശബ്ദത്തോടെ തകർക്കപ്പെട്ടു. കാറ്റും മഴത്തുള്ളികളും അകത്തേക്ക് അടിച്ചു കയറി. മിന്നൽ വെളിച്ചത്തിൽ ആ വാതിൽക്കൽ ഒരു കറുത്ത നീളൻ റെയിൻകോട്ട് ധരിച്ച ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. മുഖത്ത് ഭീകരമായ 3D പ്രിന്റ് പരുന്തിന്റെ മാസ്കാണ്. ആ മാസ്കിന്റെ കണ്ണുകളുടെ സുഷിരങ്ങളിലൂടെ അവൻ അകത്തേക്ക് നോക്കി. നിൽക്കൂ, ഹാൻഡ്സ് അപ്പ്. സിദ്ധാർത്ഥ് ആ രൂപത്തിന്റെ നേരെ തോക്ക് ചൂണ്ടി അലറി. പക്ഷെ അപെക്സ് ഒട്ടും ഭയന്നില്ല. അവൻ അതിവേഗത്തിൽ കയ്യിലിരുന്ന ഒരു ചെറിയ കറുത്ത പുകബോംബ് തറയിലേക്ക് എറിഞ്ഞു. അടുത്ത നിമിഷം മുറിയിലാകെ കട്ട പിടിച്ച വെളുത്ത പുക പടർന്നു. സിദ്ധാർത്ഥിന് കണ്ണു തുറക്കാൻ കഴിയാത്ത വിധം എരിച്ചിൽ അനുഭവപ്പെട്ടു. അയാൾ പുകയ്ക്കുള്ളിലേക്ക് നോക്കി ലക്ഷ്യമില്ലാതെ ഒരു തവണ വെടിയുതിർത്തു. വെടിയുണ്ട ചെന്നുകൊണ്ടത് ഭിത്തിയിലായിരുന്നു. പുകയുടെ മറവിലൂടെ ഒരു കറുത്ത നിഴൽ അതിവേഗതയിൽ അർജുൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങുന്നത് സിദ്ധാർത്ഥ് കണ്ടു. അർജുൻ, ഓടിക്കോ! സിദ്ധാർത്ഥ് ഒച്ചയുണ്ടാക്കി. ഇരുട്ടിലും പുകയിലും പെട്ട അർജുൻ പ്രാണരക്ഷാർത്ഥം പുറകിലെ വാതിൽ ലക്ഷ്യമാക്കി ഓടി. എന്നാൽ അവൻ വാതിൽ തുറന്ന അടുക്കള ഭാഗത്തേക്ക് കടന്നപ്പോഴേക്കും അപെക്സ് അവന്റെ തൊട്ടു പിന്നാലെ എത്തിയിരുന്നു. അപെക്സിന്റെ ശക്തമായ ഒരു ചവിട്ടേറ്റ് അർജുൻ തറയിലേക്ക് തെറിച്ചു വീണു. അർജുന്റെ നെഞ്ചിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് അപെക്സ് തന്റെ കയ്യിലെ തിളങ്ങുന്ന കത്തി ഉയർത്തി. വേണ്ട, എന്നെ കൊല്ലരുത്. ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ല. അർജുൻ ജീവന് വേണ്ടി യാചിച്ചു. നീയും അവരും ചേർന്ന് അന്ന് ചെയ്തത് തെറ്റല്ലായിരുന്നു അർജുൻ. മാസ്കിന്റെ ഉള്ളിൽ നിന്നും ലോഹനിർമ്മിതമായ കമ്പ്യൂട്ടറൈസ്ഡ് ശബ്ദം പുറത്തു വന്നു. അപെക്സ് കത്തി താഴേക്ക് ആഴ്ത്താൻ തുനിഞ്ഞതും പുക തുളച്ചുകൊണ്ട് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അപെക്സിന്റെ മേലേക്ക് ആഞ്ഞു ചാടി. 2 പേരും തറയിലേക്ക് മറിഞ്ഞു. സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും തോക്ക് ദൂരേക്ക് തെറിച്ചുപോയി. തറയിൽ കിടന്നുകൊണ്ട് അവർ പരസ്പരം കുസ്തി പിടിച്ചു. അപെക്സിന്റെ ശാരീരിക ശക്തി വളരെ കൂടുതലായിരുന്നു. അവൻ സിദ്ധാർത്ഥിന്റെ മുഖത്ത് കനത്തൊരു ഇടി നൽകി. സിദ്ധാർത്ഥിന്റെ ചുണ്ടുപൊട്ടി ചോരയൊഴുകിയെങ്കിലും സിദ്ധാർത്ഥ് പിടിവിട്ടില്ല. അയാൾ അപെക്സിന്റെ മുഖത്തെ മാസ്ക് വലിച്ചഴിക്കാൻ ശ്രമിച്ചു. പിടിവലിക്കിടയിൽ അപെക്സിന്റെ മാസ്കിന്റെ ഒരു വശം അല്പം തെന്നിമാറി. മിന്നൽ വെളിച്ചത്തിൽ ആ മുഖത്തിന്റെ ഒരു ഭാഗം സിദ്ധാർത്ഥ് കണ്ടു. കരിനിഴൽ വീണ കവിളിൽ ഒരു വലിയ മുറിപ്പാടുള്ള മുഖം. ആ പരിക്കിന്റെ അടയാളം കണ്ടതും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഒരു മിന്നൽ പാഞ്ഞു. പക്ഷേ പോലീസിന്റെ കൂടുതൽ വാഹനങ്ങൾ ദൂരെ നിന്നും സൈറം മുഴക്കി വരുന്നത് അപെക്സ് കേട്ടു. ഡോക്ടർ അനഘ ഇതിനോടകം തന്നെ തന്റെ ഫോണിലൂടെ കൺട്രോൾ റൂമിലേക്ക് ലൊക്കേഷൻ കോർഡിനേറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ പോലീസ് എത്തിയാൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അപെക്സ് സിദ്ധാർത്ഥിനെ ദൂരേക്ക് തള്ളിയിട്ടു. തുടർന്ന് തറയിൽ കിടന്ന അർജുനെ തോളിൽ കത്തികൊണ്ട് ആഴത്തിൽ ഒരു മുറിവേൽപ്പിച്ച ശേഷം അവൻ അടുക്കളയിലെ ജനൽ തകർത്ത് പുറത്തെ കനത്ത മഴയിലേക്കും ഇരുട്ടിലേക്കും ചാടി മറഞ്ഞു. 10 മിനിറ്റുകൾക്കകം കൂടുതൽ പോലീസ് സേനയും ആംബുലൻസും ആ സേഫ് ഹൗസിലേക്ക് എത്തിച്ചേർന്നു. കറണ്ട് തിരികെ വന്നു. തോളിൽ കടുത്ത പരിക്കേറ്റ അർജുനനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഭാഗ്യം കൊണ്ട് അർജുനന്റെ ജീവൻ രക്ഷപ്പെട്ടു. അപെക്സിന്റെ 3ാമത്തെ ലക്ഷ്യം ഇത്തവണ പൂർണ്ണമായി വിജയിച്ചില്ല. ചുണ്ടിലെ ചോര തുടച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ലിവിംഗ് റൂമിലെ കസാരയിലേക്ക് ഇരുന്നു. ഡോക്ടർ അനഘ അയാൾക്കൊരു ഗ്ലാസ് വെള്ളം നൽകി. സിദ്ധാർത്ഥ്, നിങ്ങൾ അവനെ വളരെ അടുത്ത് നിന്ന് കണ്ടതല്ലേ? എന്തെങ്കിലും സൂചന കിട്ടിയോ? അനഘ ചോദിച്ചു. അവന്റെ കവിളിൽ ഒരു വലിയ മുറിപ്പാടുണ്ട് അനഘ. സിദ്ധാർത്ഥ് വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല, അവൻ സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവൻ അർജുനോട് ചോദിച്ചത് നീയും അവരും ചേർന്ന് അന്ന് ചെയ്തത് തെറ്റല്ലായിരുന്നോ എന്നാണ്. അതായത് അവൻ ആ അപകടം നടന്ന രാത്രി അവിടെ ഉണ്ടായിരുന്നു. അവൻ കിരൺ വർഗീസിന്റെ നിഴലായി നടന്ന ആ പഴയ സുഹൃത്ത് തന്നെയാണ്. സിദ്ധാർത്ഥ് പെട്ടെന്ന് എഴുന്നേറ്റ് ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായി. നമുക്ക് ഇപ്പോൾ തന്നെ അർജുന്റെ അടുത്തേക്ക് പോകണം. അപെക്സിന്റെ ആ മുഖത്തെ മുറിപ്പാട് ആരുടേതാണെന്ന് അർജുന് തീർച്ചയായും അറിയാം. അർജുൻ ഇപ്പോൾ തന്നെ നമ്മളോട് സത്യം പറയും. കാരണം അവന് തന്റെ ജീവൻ വേണം. രാത്രി 12 മണി കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രത്യേക ഐസൊലേഷൻ വാർഡിൽ അർജുൻ മേനോന്റെ തോളിലെ മുറിവ് തുന്നിക്കെട്ടിയിരുന്നു. ബെഡിൽ കിടന്നിരുന്ന അർജുന്റെ മുഖത്ത് ഇപ്പോഴും ആ മരണഭയം വിട്ടുമാറിയിരുന്നില്ല. സിദ്ധാർത്ഥ മനകയും വാർഡിലേക്ക് കയറി വാതിലടച്ചു. അർജുൻ, സിദ്ധാർത്ഥ് കസേര അർജുന്റെ ബെഡിന്റെ അടുത്തേക്ക് നീക്കിയിട്ടു. ഇനിയെങ്കിലും നീ സത്യം പറയണം. നിന്റെ സുഹൃത്തുക്കളായ മാത്യുവും രാഹുലും വിവേകും മരിച്ചു കഴിഞ്ഞു. നീ ഇന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അപെക്സ് വീണ്ടും വരും. അവൻ ആരാണെന്ന് നിനക്കറിയാം. അവന്റെ കവിളിൽ ഒരു വലിയ മുറിപ്പാടുണ്ട്. ആരാണത്? അർജുൻ പതുക്കെ കണ്ണുകൾ തുറന്നു. സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ടതും അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. സാർ, അത് അവൻ തന്നെയാണ്. അർജുൻ വിതുമ്പി. ആരെ? അനഘ ചോദിച്ചു. 4 വർഷം മുമ്പ് വാഗമണ്ണിൽ വെച്ച് ഞങ്ങളുടെ വണ്ടി കൊക്കയിലേക്ക് മറിയുമ്പോൾ കിരൺ മാത്രമായിരുന്നില്ല വണ്ടിയിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന മറ്റൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. കിരണിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അന്ന് വണ്ടിയിൽ വെച്ച് കിരണുമായി പണത്തിന്റെ പേരിൽ രാഹുലും വിവേകും വഴക്കുണ്ടാക്കി. പിടിവലിക്കിടയിൽ വണ്ടി നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു. കിരൺ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. വണ്ടിയിലുണ്ടായിരുന്ന 5ാമൻ കനത്ത പരിക്കുകളോടെ കവിളും മുഖവും തകർന്ന് ചോരയൊഴുകി കൊക്കയിലേക്ക് വീണുപോയി.
രാഹുലിന്റെ അച്ഛൻ IG ആയതുകൊണ്ട് ആ അഞ്ചാമൻ മരിച്ചുപോയെന്ന് വരുത്തി തീർത്ത് ഞങ്ങൾ ആ കേസ് ഒതുക്കി തീർത്തു. മാത്യു വർഗീസിന് ഞങ്ങൾ വലിയൊരു തുക കോഴയായി നൽകി. അർജുൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് തുടർന്നു. അന്ന് കൊക്കയിൽ വീണ അവൻ മരിച്ചിരുന്നില്ല സാർ. അവൻ തിരികെ വന്നിരിക്കുകയാണ്. പ്ലാസ്റ്റിക് സർജറി വഴിയും വിദേശത്തെ ചികിത്സയിലൂടെയും അവൻ പുതിയൊരു മുഖമുണ്ടാക്കിയെടുത്തു. പക്ഷെ അവന്റെ കവിളിലെ ആ പഴയ മുറിപ്പാട് മാറിയിട്ടില്ല സാർ. അവനാണ് ഈ അപെക്സ്. അവന്റെ യഥാർത്ഥ പേര്. അർജുൻ ആ പേര് വെളിപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം വാർഡിന്റെ പുറത്തു നിന്നും ഒരു നഴ്സിന്റെ ഉച്ചത്തിലുള്ള നിലവിളി ശബ്ദം കേട്ടു. ആശുപത്രി വാർഡിന്റെ പുറത്തു നിന്നും കേട്ട ആ കനത്ത നിലവിളി ശബ്ദം DYSP സിദ്ധാർത്ഥ് ഭരദ്വാജിനെയും ഡോക്ടർ അനഘയെയും ഒരുപോലെ ഞെട്ടിച്ചു. സിദ്ധാർത്ഥ് ഒട്ടും സമയം കളയാതെ തന്റെ തോക്കുമെടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് വാങ്ങി. കോറിഡോറിലെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു നഴ്സ് തറയിലേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന മരുന്നിന്റെ ട്രേ തറയിൽ ചിതറിക്കിടക്കുന്നു. തൊട്ടടുത്തുള്ള ജനൽ ഗ്ലാസ് പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു. ആ തകർന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ സിദ്ധാർത്ഥിന് കനത്ത മഴയത്ത് താഴത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടിമറയുന്ന ഒരു കറുത്ത രൂപം കാണാൻ കഴിഞ്ഞു. അവൻ ഇവിടെയും എത്തി. സിദ്ധാർത്ഥ് പല്ലിറങ്ങി. അപെക്സ് ആശുപത്രിയിലെ സുരക്ഷാ വലയങ്ങൾ പോലും അറിയാതെ വാർഡിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുന്നു. അർജുൻ പോലീസിനോട് സത്യം വിളിച്ചു പറയുന്നത് തടയുകയായിരുന്നു അവന്റെ ലക്ഷ്യം. ഭാഗ്യം കൊണ്ട് പുറത്തുണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തിയതുകൊണ്ട് അവൻ അകത്തേക്ക് കയറാതെ ജനൽ വഴി രക്ഷപ്പെട്ടു. സിദ്ധാർത്ഥ് വേഗത്തിൽ വാർഡിന്റെ ഉള്ളിലേക്ക് തിരികെ കയറി. അർജുൻ മേനോൻ ഇപ്പോഴും ബെഡിൽ വിറച്ചു കിടക്കുകയാണ്. അർജുൻ, ഇനി സമയം കളയാനില്ല. സിദ്ധാർത്ഥ് അർജുന്റെ തോളിൽ പിടിച്ചു. ആ അഞ്ചാമൻ അന്ന് കൊക്കയിൽ വീണിട്ടും മരിക്കാതെ തിരികെ വന്ന് നിങ്ങളെ ഓരോരുത്തരെയായി വേട്ടയാടുന്നു. ആ അപെക്സ് ആരാണവൻ? അവന്റെ പേരെന്താണ്? അർജുൻ പതുക്കെ ഉമിനീര് ഇറക്കിക്കൊണ്ട് ആ പേര് വെളിപ്പെടുത്തി. നിതിൻ മാധവ് സാർ. നിതിൻ മാധവ് എന്നാണ് അവന്റെ പേര്. കിരണിന്റെ നിഴലായിരുന്നു അവൻ. കിരണിനെ കൊന്ന ഞങ്ങളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് അവൻ അന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ IG സാറിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങൾ അവനെ ഇല്ലാതാക്കാൻ നോക്കി. വണ്ടി കൊക്കയിലേക്ക് തള്ളിയിട്ടത് വെറുമൊരു അപകടമല്ലായിരുന്നു. കിരണിനെ മർദ്ദിച്ച ശേഷം ബോധമില്ലാതിരുന്ന നിതിനെയും വണ്ടിയിലിരുത്തിയാണ് ഞങ്ങൾ ആ കാറ് മലമുകളിൽ നിന്നും കൊക്കയിലേക്ക് തള്ളിയിട്ടത്. അവൻ മരിച്ചെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അർജുൻ 2 കൈകൊണ്ടും മുഖം പൊത്തിക്കരഞ്ഞു. നിതിൻ മാധവ്. ഡോക്ടർ അനഘ ആ പേര് തന്റെ ഡയറിയിൽ കുറിച്ചു. സിദ്ധാർത്ഥ്, 4 വർഷം മുമ്പ് നടന്ന ആ കേസിന്റെ ഒറിജിനൽ FIR-ഉം ഫയലുകളും നമുക്ക് എത്രയും പെട്ടെന്ന് പരിശോധിക്കണം. നിതിന് കുടുംബമായി മറ്റാരെങ്കിലും ഉണ്ടോ എന്നറിയണം. അടുത്ത ദിവസം പുലർച്ചെ 5 മണി സിദ്ധാർത്ഥ് അനഘയും കോട്ടയം ക്യാമ്പ് ഓഫീസിലിരുന്ന് ഇടുക്കി ലോക്കൽ പോലീസിന്റെ പഴയ ആക്സിഡന്റ് ഫയലുകൾ ഡിജിറ്റലായി പരിശോധിക്കുകയായിരുന്നു. അനഘ, ഇവിടെ നോക്കൂ. സിദ്ധാർത്ഥ് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ചൂണ്ടി. 2022 മെയ് 14 ആ അപകട ഫയലിൽ കിരൺ വർഗീസിന്റെ മൃതദേഹം കണ്ടെടുത്തുവെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്നാൽ കാറിലുണ്ടായിരുന്ന ബാക്കി 3 പേർ രാഹുൽ, വിവേക്, അർജുൻ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അർജുൻ പറഞ്ഞ അഞ്ചാമനെ കുറിച്ച്, അതായത് നിതിൻ മാധവിനെ കുറിച്ച് ഈ FIR-ൽ ഒരിടത്ത് പോലും പരാമർശിച്ചിട്ടില്ല. പോലീസിന്റെ ഔദ്യോഗിക റെക്കോർഡ്സിൽ നിന്നും നിതിൻ എന്ന വ്യക്തിയെ പൂർണ്ണമായും തുടച്ചു മാറ്റിയിരിക്കുകയാണ്. അത് സ്വാഭാവികമാണ് സിദ്ധാർത്ഥ്, അനഘ പറഞ്ഞു. റേഞ്ച് IG-യുടെ മകൻ പ്രതിയായ കേസാണ്. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഒരു സാധാരണ യുവാവിനെ കാണാതായി എന്ന് കേസ് വന്നാൽ അന്വേഷണം വരും. അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നതേ ഇല്ല എന്ന് വരുത്തി തീർക്കുകയായിരുന്നു അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. സ്വന്തം നിലനിൽപ്പ് പോലും നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അതിഭയങ്കരമായ പ്രതികാരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവൻ ആസൂത്രണം ചെയ്തത് വെറുമൊരു കൊലപാതകമല്ല, മറിച്ച് ഓരോരുത്തരെയും മാനസികമായി ഭയപ്പെടുത്തി താൻ അനുഭവിച്ച അതേ മരണവേദന അവർക്ക് നൽകി കൊല്ലുക എന്നതാണ്. സിദ്ധാർത്ഥ് നിതിന്റെ കോളേജ് കാലത്തെ പ്രൊഫൈൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ എടുത്തു. സ്ക്രീനിൽ നിതിന്റെ പഴയ ചിത്രം തെളിഞ്ഞു വന്നു. ശാന്തനായ തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു യുവാവ്. നിതിൻ മാധവൻ എന്ന പേരിൽ നിലവിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും പാസ്പോർട്ട് വിവരങ്ങളും അടിയന്തരമായി ട്രാക്ക് ചെയ്യും. സൈബർ ഓഫീസർ വിനീത് കമ്പ്യൂട്ടറിൽ തിരച്ചിൽ ആരംഭിച്ചു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വിനീത് തലയുയർത്തി. സാർ, നിതിൻ മാധവ് എന്ന പേരിൽ കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യയിൽ ഒരു ഡിജിറ്റൽ കാൽപ്പാടുകളുമില്ല. അതായത് ആ പേരിൽ ആരും ജീവിച്ചിരിക്കുന്നില്ല. എന്നാൽ ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2 വർഷം മുമ്പ് ജർമ്മനിയിലെ ഒരു പ്രമുഖ പ്ലാസ്റ്റിക് സർജറി ക്ലിനിക്കിൽ വെച്ച് ഒരു മലയാളി യുവാവ് തന്റെ മുഖം പൂർണ്ണമായും പുനർനിർമ്മിച്ചിട്ടുണ്ട്. അതിനായി ഉപയോഗിച്ച പാസ്പോർട്ട് വ്യാജമായിരുന്നു. പക്ഷേ ആ ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ ഉപയോഗിച്ച ഡാർക്ക് വെബ് ക്രിപ്റ്റോ വാലറ്റ് ID നമുക്ക് ലഭിച്ചിട്ടുണ്ട് സാർ. ആ വാലറ്റ് ID തന്നെയാണ് മാത്യു വർഗീസിനെ കൊന്ന ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്ത ഡാർക്ക് വെബ് സൈറ്റിന്റെ അഡ്മിൻ ID. വിനീതിന്റെ കണ്ടെത്തൽ കേസിന്റെ കാണാതായ കണ്ണികളെല്ലാം കൃത്യമായി കൂട്ടിച്ചേർത്തു. അപെക്സ് എന്ന നിതിൻ മാധവ് ഇപ്പോൾ ജർമ്മനിയിൽ നിന്നും തിരികെ എത്തിയ ഒരു പുതിയ മുഖമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളിൽ അഗ്രഗണ്യനായ ഒരു വേട്ടക്കാരനാണ്. അവന്റെ അടുത്ത നീക്കം എന്തായിരിക്കും അനഘ? സിദ്ധാർത്ഥ് ചോദിച്ചു. അവൻ തന്റെ ലിസ്റ്റിലെ 3 പേരെ കൊന്നു. 4-മനായ അർജുൻ ആശുപത്രിയിൽ കനത്ത സുരക്ഷയിലാണ്. അവനെ ഇനി തൊടാൻ കഴിയില്ലെന്ന് നിതിന് മനസ്സിലായിട്ടുണ്ട്. ഒരു സീരിയൽ കില്ലറുടെ പ്രതികാര പരമ്പര അവസാനിക്കുന്നത് അവന്റെ ലിസ്റ്റിലെ അവസാന ഇരയെ കൂടി ഇല്ലാതാക്കുമ്പോഴാണ്. പക്ഷെ ഇവിടെ അർജുനെ കൂടാതെ മറ്റൊരു പ്രധാന കണ്ണുകൂടിയുണ്ട്. അനഘ സിദ്ധാർത്ഥന്റെ മുഖത്തേക്ക് നോക്കി. ആരാണ്?
ആ അപകടം മൂടിവെക്കാൻ പണം വാങ്ങിയ മാത്യു വർഗീസും അതിന് അധികാരം ഉപയോഗിച്ച IG മാധവൻ തമ്പിയും. മാത്യു കൊല്ലപ്പെട്ടു. ഇനി ബാക്കിയുള്ളത് IG മാധവൻ തമ്പിയാണ്. തന്റെ മകന്റെ മരണത്തിന് കാരണക്കാരനായ അപെക്സിനെ കൊല്ലാൻ എൻകൗണ്ടർ ഓർഡർ നൽകിയ അതേ IG. ഇതിന്റെ അടുത്ത ലക്ഷ്യം IG മാധവൻ തമ്പി തന്നെയാണ്. അനഘയുടെ വാക്കുകൾ സിദ്ധാർത്ഥിനെ ഞെട്ടിച്ചു. സിദ്ധാർത്ഥ ഒട്ടും വൈകിയില്ല. തിരുവനന്തപുരത്തുള്ള റേഞ്ച് IG മാധവൻ തമ്പിയെ നേരിട്ട് ബന്ധപ്പെടാൻ അയാൾ ഫോൺ എടുത്തു. IG ഇപ്പോൾ തന്റെ ഔദ്യോഗിക വസതിയിലാണുള്ളത്. ഫോൺ റിങ് ചെയ്തു. മറതലക്കിൽ നിന്നും IG-യുടെ കനത്ത ശബ്ദം കേട്ടു. പറയൂ സിദ്ധാർത്ഥ്, ആ സൈക്കോയെ പിടിച്ചോ? സാർ, പ്രതിയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അവന്റെ പേര് നിതിൻ മാധവൻ എന്നാണ്. 4 വർഷം മുമ്പ് വാഗമണ്ണിൽ വെച്ച് രാഹുലും സംഘവും കൊലപ്പെടുത്താൻ നോക്കിയ അതേ യുവാവ്. സാർ, അവന്റെ അടുത്ത ലക്ഷ്യം അർജുനല്ല, അത് സാറാണ്. സാറിന്റെ ജീവൻ അപകടത്തിലാണ്. സുരക്ഷ വർദ്ധിപ്പിക്കണം, സിദ്ധാർത്ഥ് വേഗത്തിൽ പറഞ്ഞു. ഫോണിന്റെ മറുതലക്കിൽ കുറച്ചു സമയം ഭീകരമായ നിശബ്ദതയായിരുന്നു. തുടർന്ന് IG മാധവൻ തമ്പിയുടെ കമ്പ്യൂട്ടറൈസ്ഡായ ഒരു ചിരി കേട്ടു. IG-യുടെ ശബ്ദമല്ലായിരുന്നു അത്. അപെക്സിന്റെ അതേ ലോഹ ശബ്ദമായിരുന്നു അത്. നിങ്ങൾ വൈകിപ്പോയി DYSP സിദ്ധാർത്ഥ്. IG മാധവൻ തമ്പി ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ്. നിയമത്തിന്റെ തലവന്റെ അന്ത്യം കുറിക്കാനുള്ള ആൾത്താര ഞാൻ ഒരുക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരൂ. പണ്ട് ഈ കഥ തുടങ്ങിയ അതേ സ്ഥലത്തേക്ക്, വാഗമണ്ണിലെ ആ പഴയ കൊക്കയിലേക്ക്. ഫോൺ പെട്ടെന്ന് കട്ടായി. സിദ്ധാർത്ഥിന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അപെക്സ് IG മാധവൻ തമ്പിയെ അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ നിന്നും അതീവ രഹസ്യമായി തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. കഥ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ അവസാനിപ്പിക്കാൻ അവൻ ഇരയുമായി വാഗമണ്ണിലേക്ക് നീങ്ങുകയാണ്. IG മാധവൻ തമ്പിയുടെ വസതിയിൽ നിന്നും അപെക്സിന്റെ ശബ്ദം കേട്ട നിമിഷം DYSP സിദ്ധാർത്ഥ് ഭരദ്വാജിന്റെ ഉള്ളിൽ ഒരു അപായ മണി മുഴങ്ങി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് തട്ടിക്കൊണ്ടുപോവുക എന്നത് സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും ആകാത്ത കാര്യമാണ്. വിനീത് ഉടൻ തന്നെ തിരുവനന്തപുരം റേഞ്ച് IG-യുടെ ഒഫീഷ്യൽ റെസിഡൻസിലെ ലാൻഡ് ലൈൻ നമ്പറും IG സാറിന്റെ പേഴ്സണൽ മൊബൈൽ നമ്പറും ട്രാക്ക് ചെയ്യും. ഇപ്പോൾ വന്ന കോളിന്റെ ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കും. സിദ്ധാർത്ഥ സൈബർ സെൽ ഓഫീസറോട് അലറി. വിനീതിന്റെ വിരലുകൾ കീബോർഡിൽ അതിവേഗം ചലിച്ചു. സ്ക്രീനിൽ അനേകം കോഡിങ്ങുകളും മാപ്പുകളും തെളിഞ്ഞു വന്നു. എന്നാൽ മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ലൊക്കേഷൻ കൃത്യമായി ലോക്ക് ചെയ്യാൻ വിനീതിന് കഴിഞ്ഞില്ല. സാർ, കോള് വന്നത് IG സാറിന്റെ ഫോണിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അതിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് തിരുവനന്തപുരമല്ല, മറിച്ച് ഒരേ സമയം 3 വ്യത്യസ്ത ലൊക്കേഷനുകളാണ്. കോട്ടയം, പീരുമേട്, വാഗമൺ. പ്രതി ഒരു സാറ്റലൈറ്റ് സിഗ്നൽ സ്പൂഫിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫോൺ സിഗ്നൽ വഴി അവന്റെ കൃത്യമായ സ്ഥലം കണ്ടെത്തുക അസാധ്യമാണ്. വിനീത് നിരാശയോടെ പറഞ്ഞു. അവൻ നമ്മളോട് വാഗമണ്ണിലെ കൊക്കയിലേക്ക് വരാനാണ് പറഞ്ഞത്. അതൊരു പക്ഷേ നമ്മളെ വീണ്ടും വഴി തെറ്റിക്കാനുള്ള കെണിയാകാം. ഡോക്ടർ അനഘ തന്റെ അഭിപ്രായം വ്യക്തമാക്കി. സിദ്ധാർത്ഥ്, അവൻ IG സാറിനെ തിരുവനന്തപുരത്ത് നിന്ന് വാഗമൺ വരെ ജീവനോടെ വണ്ടിയിൽ കൊണ്ടുവരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വഴിയിലുടനീളം പോലീസ് ചെക്കിംഗ് ഉണ്ട്. അവൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ ഇത്രയും വിദഗ്ധനാണെങ്കിൽ അവൻ IG സാറിനെ തട്ടിക്കൊണ്ടുപോകാൻ മറ്റെന്തോ മാർഗം ഉപയോഗിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് ചിന്താക്കുഴപ്പത്തിലായി. അയാൾ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അനഘ പറഞ്ഞത് ശരിയാണ്. അവൻ വണ്ടിയിലാണ് വന്നതെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിലെ ഏതെങ്കിലും ഒരു CCTV ക്യാമറയിലെങ്കിലും അതിന്റെ ദൃശ്യങ്ങൾ പതിയുമായിരുന്നു. വിനീത് IG സാറിന്റെ വസതിക്ക് ചുറ്റുമുള്ള കഴിഞ്ഞ 4 മണിക്കൂറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലേക്ക് നിർദ്ദേശം നൽകും. അരമണിക്കൂറിന് ശേഷം തിരുവനന്തപുരത്ത് നിന്നും മറുപടി വന്നു. IG സാറിന്റെ ക്വാർട്ടേഴ്സിന്റെ മുന്നിലെ പ്രധാന ക്യാമറകളെല്ലാം രാത്രി 11 മണി മുതൽ 12 മണി വരെ താൽക്കാലികമായി ബ്ലാങ്കായിരുന്നു. ആരോ ദൂരത്ത് നിന്നും ആ ക്യാമറകളുടെ സെർവർ ഹാക്ക് ചെയ്ത് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് തികച്ചും ഒരു ഡിജിറ്റൽ വാർഫെയർ ആണ് സാർ, വിനീത് പറഞ്ഞു. പ്രതി സാധാരണക്കാരനല്ല. അവൻ ഡാർക്ക് വെബിലെ ഏറ്റവും അപകടം പിടിച്ച ഹാക്കർമാരുടെ സഹായം തേടുന്നുണ്ട്. പക്ഷെ അവനൊരു കാര്യം മറന്നു. CCTV സെർവറുകൾ അവൻ ഹാക്ക് ചെയ്തെങ്കിലും ആ സമയത്ത് ആ പ്രദേശത്തെ ഇന്റർനെറ്റ് ഡാറ്റ ട്രാഫിക്കിൽ വലിയൊരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ടാകും. ഞാൻ കേരളത്തിലെ മെയിൻ ഇന്റർനെറ്റ് ഗേറ്റ്വേ വഴി ആ സമയത്ത് ഡാർക്ക് വെബ് കമ്മ്യൂണിക്കേഷൻ പരിശോധിക്കാം. വിനീത് തന്റെ കമ്പ്യൂട്ടറിലെ പ്രത്യേക എൻക്രിപ്ഷൻ ടൂളുകൾ തുറന്നു. സൈബർ സെല്ലിലെ മുറിയിലാകെ കമ്പ്യൂട്ടർ സ്ക്രീനുകളുടെ നീല വെളിച്ചം മാത്രം പടർന്നു നിന്നു. സിദ്ധാർത്ഥ മനകയും ശ്വാസം അടക്കി പിടിച്ച് വിനീതിന്റെ സ്ക്രീനിലേക്ക് നോക്കി. ഏകദേശം 1 മണിക്കൂറിലെ കഠിനമായ ശ്രമത്തിന്റെ ഒടുവിൽ വിനീത് ആവേശം അടക്കാനാവാതെ കസാരയിൽ നിന്നും എഴുന്നേറ്റു. കണ്ടുപിടിച്ചു സാർ, അപെക്സിന്റെ ഡിജിറ്റൽ കാൽപ്പാടുകൾ ഞാൻ കണ്ടെത്തി. വിനീത് സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി. IG സാറിന്റെ വസതിയിലെ CCTV ക്യാമറകൾ ഓഫ് ചെയ്യാൻ പ്രതി ഉപയോഗിച്ച മാൽവെയർ കമാൻഡ് അയച്ചിരിക്കുന്നത് ഒരു പ്രത്യേക IP അഡ്രസ്സിൽ നിന്നാണ്. ആ IP അഡ്രസ്സ് മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിന്റെ ഒറിജിനൽ നോട്ട് റൂട്ട് ചെയ്യുന്നത് വയനാട്ടിലെ അതിർത്തിയോട് ചേർന്നുള്ള പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട ഒരു BSNL ടവറിന്റെ കമ്മ്യൂണിക്കേഷൻ ലൈൻ വഴിയാണ് അവൻ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. വയനാടോ? സിദ്ധാർത്ഥ് അത്ഭുതപ്പെട്ടു. അവൻ നമ്മളോട് വാഗമണ്ണിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവൻ വയനാട്ടിലാണ് ഒളിച്ചിരിക്കുന്നത്? അല്ല സിദ്ധാർത്ഥ്, ഡോക്ടർ അനഘ പെട്ടെന്ന് ഇടപെട്ടു. വിനീത് പറഞ്ഞത് ശ്രദ്ധിക്കൂ. അവൻ ഉപയോഗിക്കുന്നത് വയനാട്ടിലെ ഉൾക്കാട്ടിലുള്ള ഒരു താവളമാണ്.
പണ്ട് കിരൺ വർഗീസ് മരിച്ചതിന് ശേഷം നിതിൻ മാധവ് എന്ന അപെക്സ് നാട് വിട്ടുവെന്ന് നമ്മൾ കരുതി. പക്ഷെ അവൻ പൂർണ്ണമായും നാട് വിട്ടിരുന്നില്ല. വയനാട്ടിലെ ആരും ചെല്ലാത്ത ഏതൊരു ഉൾക്കാട്ടിൽ അവൻ തൻ്റെ ആസ്ഥാനം ഒരുക്കിയിരുന്നു. പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം അവൻ കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ താമസിച്ചതും അവിടെയായിരുന്നിരിക്കാം. അവൻ്റെ മെയിൻ സെർവറുകളും 3D പ്രിന്റിംഗ് മെഷീനുകളുമെല്ലാം അവിടെയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ IG സാറിനെ അവൻ എത്തിച്ചിരിക്കുന്നതും ആ വയനാടൻ കാടുകളിലെ അവൻ്റെ താവളത്തിലേക്കായിരിക്കും. വാഗമൺ എന്നത് നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനുള്ള അവൻ്റെ അവസാനത്തെ പ്ലാനായിരുന്നു. സിദ്ധാർത്ഥിന്റെ മുഖത്ത് അന്വേഷണത്തിന്റെ തീപ്പൊരി പടർന്നു. വിനീത്, ആ IP അഡ്രസ്സ് വരുന്ന കൃത്യമായ GPS കോർഡിനേറ്റ് എനിക്ക് തരൂ. സിദ്ധാർത്ഥ് തന്റെ ജാക്കറ്റ് ധരിച്ചുകൊണ്ട് പറഞ്ഞു. സാർ, ലൊക്കേഷൻ കോർഡിനേറ്റ്സ് വയനാട് ലക്കിടിക്കടുത്തുള്ള ഒരു വലിയ മലനിരകളുടെ ഉള്ളിലാണ് കാണിക്കുന്നത്. അവിടെ പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് കാലത്തെ തറവാട് വീടുണ്ട്. ഇപ്പോൾ അത് പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. വിനീത് ലൊക്കേഷൻ മാപ്പ് സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. സിദ്ധാർത്ഥ് തന്നെ റിവോൾവർ എടുത്ത് ബെൽറ്റിൽ വെച്ചു. അനഘ, കളി മാറി മറിഞ്ഞിരിക്കുന്നു. അപെക്സ് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ വാഗമണ്ണിലെ കൊക്കയിൽ അവനെ തിരഞ്ഞു നടക്കുകയാണെന്നാണ്. അവൻ തികച്ചും ശാന്തനായി IG സാറിനെ കൊല്ലാൻ തയ്യാറെടുക്കുന്നുണ്ടാവും. നമ്മൾ അവൻ്റെ ആ താവളത്തിലേക്ക് അതീവ രഹസ്യമായി ഇരച്ചു കയറാൻ പോകുന്നു. വയനാട് SP യെ വിളിച്ച് കമാൻഡോ സംഘത്തെ തയ്യാറാക്കാൻ പറയും. ഇത്തവണ അപെക്സിന്റെ മുഖം മൂടി നമ്മൾ അഴിക്കും. അർദ്ധരാത്രി കഴിഞ്ഞതും ആ കോട്ടയം ക്യാമ്പ് ഓഫീസിൽ നിന്നും സിദ്ധാർത്ഥിന്റെ വണ്ടി വയനാട് ലക്ഷ്യമാക്കി അതിവേഗത്തിൽ കുതിച്ചു. ഡിജിറ്റൽ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോലീസ് വേട്ടക്കാരന്റെ യഥാർത്ഥ താവളത്തിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ അവിടെ അവരെ കാത്തിരിക്കുന്നത് അതിഭയങ്കരമായ ഡിജിറ്റൽ കെണികളാണെന്ന് സിദ്ധാർത്ഥ് അറിഞ്ഞിരുന്നില്ല. വയനാടൻ മലനിരകളെ വിഴുങ്ങിക്കൊണ്ട് കനത്ത മഴ പെയ്യുകയായിരുന്നു. ലക്കടിയുടെ കാട്ടുപാതകളിൽ മഞ്ഞിന്റെ കട്ടി വളരെ കൂടുതലായിരുന്നതിനാൽ മുന്നോട്ടുള്ള വഴി ഒട്ടും ദൃശ്യമായിരുന്നില്ല. DYSP സിദ്ധാർത്ഥ് ഭരദ്വാജും ഡോക്ടർ അനഘയും വയനാട് സ്പെഷ്യൽ ഫോഴ്സിലെ 5 കമാൻഡോകളും അടങ്ങുന്ന സംഘം അതീവ രഹസ്യമായാണ് ആ കാട്ടിലേക്ക് പ്രവേശിച്ചത്. വാഹനങ്ങളുടെ ലൈറ്റുകളെല്ലാം പൂർണ്ണമായും ഓഫാക്കി നൈറ്റ് വിഷൻ ഗ്ലാസുകളുടെ സഹായത്തോടെയാണ് അവർ മുന്നോട്ട് നീങ്ങിയത്. സൈബർ സെല്ല് വഴി വിനീത് നൽകിയ GPS കോർഡിനേറ്ററുകൾ കൃത്യമായിരുന്നു. കാടിന്റെ ഉള്ളിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ നടന്നപ്പോൾ മരങ്ങൾക്കിടയിലൂടെ ഒരു പഴയ കെട്ടിടത്തിന്റെ നിഴൽ രൂപം കാണാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഇപ്പോൾ പൂർണ്ണമായും കാട് പിടിച്ചു കിടക്കുന്ന ഒരു പഴയ തറവാട് വീടായിരുന്നു അത്. പുറത്തുനിന്നും നോക്കിയാൽ തികച്ചും ഉപേക്ഷിക്കപ്പെട്ട ഒരിടം. എന്നാൽ ഈ തകർന്ന ഭിത്തികൾക്കുള്ളിലാണ് അപെക്സ് തന്റെ അത്യാധുനിക ഡിജിറ്റൽ ലോകം ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. സിദ്ധാർത്ഥ് തന്റെ കമാൻഡോകൾക്ക് താഴ്ന്ന ശബ്ദത്തിൽ നിർദ്ദേശം നൽകി. പ്രതി അതീവ ബുദ്ധിമാനാണ്. വാതിലുകളിലോ ജനലുകളിലോ ഡിജിറ്റൽ സെൻസറുകളോ ട്രാപ്പുകളോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പിൻഭാഗത്തെ അടുക്കള വാതിൽ വഴി അകത്തേക്ക് കയറുന്നു. ഒരൊറ്റ വെടിവെച്ച പോലും പുറത്തു വരാൻ പാടില്ല. കമാൻഡോകൾ തോക്കുകൾ മുന്നോട്ട് ചൂണ്ടി പതുക്കെ തറവാടിന്റെ പിൻഭാഗത്തേക്ക് നീങ്ങി. തുരുമ്പെടുത്ത റെയിൽ വാതിൽ തകർത്ത് അവർ വളരെ ശാന്തമായി അകത്തേക്ക് പ്രവേശിച്ചു. അകത്തെ കാഴ്ച സിദ്ധാർത്ഥിനെയും അനഘയെയും ഒരുപോലെ അമ്പരപ്പിച്ചു കളഞ്ഞു. പുറത്തെ ആ തകർന്ന രൂപവുമായി ഒട്ടും പൊരുത്തപ്പെടാത്ത വിധം ഉള്ളിലെ മുറികൾ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു. വലിയ UPS സിസ്റ്റങ്ങൾ, ഉയർന്ന ശേഷിയുള്ള സെർവർ റാക്കുകൾ, ഭിത്തിയിലുടനീളം ഘടിപ്പിച്ചിരിക്കുന്ന LCD മോണിറ്ററുകൾ. മുറിയുടെ മധ്യത്തിലായി ഒരു വലിയ 3D പ്രിന്റിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് പ്ലാസ്റ്റിക് ലെയറുകൾ ഉപയോഗിച്ച് പുതിയൊരു മാസ്ക് നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു. സിദ്ധാർത്ഥ്, ഇവിടെ നോക്കൂ. ഡോക്ടർ അനഘ ഒരു വലിയ ഭിത്തിയിലേക്ക് വിരൽ ചൂണ്ടി. ആ ഭിത്തിയിലുടനീളം 4 വർഷം മുമ്പ് നടന്ന വാഗമൺ അപകടത്തിന്റെ പത്രവാർത്തകളും കൊല്ലപ്പെട്ട മാത്യു വർഗീസ്, രാഹുൽ, വിവേക് എന്നിവരുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ആ 3 ചിത്രങ്ങൾക്ക് മേലും ചുവന്ന മാർക്കർ കൊണ്ട് വലിയ X അടയാളം വരച്ചിട്ടുണ്ടായിരുന്നു. അതിനടുത്തായി IG മാധവൻ തമ്പിയുടെ ചിത്രവും കസ്റ്റഡിയിലുള്ള അർജുൻ മേനോന്റെ ചിത്രവും ഉണ്ടായിരുന്നു. അർജുന്റെ ചിത്രത്തിന്റെ മേൽ ഒരു ചോദ്യചിഹ്നമാണ് അപെക്സ് ഇട്ടിരിക്കുന്നത്. കാരണം അർജുൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. പെട്ടെന്ന് ആ കമ്പ്യൂട്ടർ സ്ക്രീനുകളെല്ലാം ഒന്നിച്ച് ബ്ലിങ്ക് ആകാൻ തുടങ്ങി. സ്ക്രീനുകളിൽ ചുവന്ന അക്ഷരങ്ങളിൽ ഒരു സന്ദേശം തെളിഞ്ഞു വന്നു. സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിക്രമിച്ച് കയറിയവരെ കണ്ടെത്തിയിരിക്കുന്നു. നമ്മളെ അവൻ തിരിച്ചറിഞ്ഞു. മൂവ്. സിദ്ധാർത്ഥ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം തറവാടിന്റെ വലിയ ഹാളിലെ ലൈറ്റുകൾ തനിയെ തെളിഞ്ഞു. ഹാളിന്റെ നടുവിലായി ഒരു കസേരയിൽ ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നത് അവർ കണ്ടു. തിരുവനന്തപുരം റേഞ്ച് IG മാധവൻ തമ്പിയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ വായി തുണികൊണ്ട് മൂടിയിരുന്നു. വസ്ത്രങ്ങളെല്ലാം ചോരയിൽ കുതിർന്നിരിക്കുന്നു. കണ്ണുകളിൽ മരണഭയമുണ്ടായിരുന്നു. സാർ, സിദ്ധാർത്ഥ IG-യുടെ അടുത്തേക്ക് ഓടിയെത്താൻ ശ്രമിച്ചതും മുകളിൽ നിന്നും ഒരു വലിയ ഇരുമ്പ് ഗ്രില്ല് ശക്തമായ ശബ്ദത്തോടെ താഴേക്ക് പതിച്ചു. സിദ്ധാർത്ഥിനെയും കമാൻഡോകളെയും IG ഇരിക്കുന്ന ഹാളിൽ നിന്നും വേർതിരിച്ചുകൊണ്ട് ആ ഇരുമ്പ് കവാടം ലോക്കായി. അവരെല്ലാവരും ഒരു വലിയ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഹാളിലെ സ്പീക്കറുകളിൽ നിന്നും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ലോകശബ്ദം വീണ്ടും മുഴങ്ങി. സിദ്ധാർത്ഥ് ഭരദ്വാജ്, നിങ്ങൾ വിചാരിച്ചതിലും മിടുക്കനാണ്. എൻ്റെ ഡിജിറ്റൽ കാൽപ്പാടുകൾ പിന്തുടർന്ന് നിങ്ങൾ എൻ്റെ യഥാർത്ഥ താവളം വരെ എത്തിയല്ലോ. പക്ഷേ നിങ്ങളൊരു കാര്യം മറന്നു. വേട്ടക്കാരൻ തൻ്റെ താവളത്തിലേക്ക് ഇരകളെ ആകർഷിക്കുന്നത് അവരെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഹാളിൻ്റെ മുകളിലത്തെ ഒരു ചെറിയ ബാൽക്കണിയിലേക്ക് കമാൻഡോകൾ ടോർച്ചടിച്ചു.
അവിടെ ഒരു കറുത്ത രൂപം നിന്നിരുന്നു. മുഖത്ത് ആ ഭീകരമായ പരുന്തിന്റെ മാസ്ക്. അപെക്സ്. അവൻ താഴെ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി വളരെ ശാന്തനായി നിന്നു. നിതിൻ മാധവ്, കളി അവസാനിച്ചു. എന്റെ താവളം പോലീസ് വളഞ്ഞു കഴിഞ്ഞു. തോക്ക് താഴെയിട്ട് കീഴടങ്ങൂ. സിദ്ധാർത്ഥ് ഇരുമ്പ് ഗ്രില്ലിൽ പിടിച്ചുകൊണ്ട് അലറി. കീഴടങ്ങാനോ? അപെക്സ് ഉച്ചത്തിൽ ചിരിച്ചു. പകരം ചോദിക്കാതെ കീഴടങ്ങാൻ നിതിൻ മാധവ് പണ്ടേ മരിച്ചുപോയി സിദ്ധാർത്ഥ്. ഈ കസാരയിലിരിക്കുന്ന IG മാധവൻ തമ്പിയെ ഓർമ്മയുണ്ടോ? നിയമത്തിന്റെ കാവൽക്കാരൻ, പണത്തിനും പദവിക്കും വേണ്ടി എന്റെ സുഹൃത്ത് കിരണിന്റെ കൊലപാതകം മൂടിവെച്ചവൻ, എന്നെ ജീവനോടെ കൊക്കയിലേക്ക് തള്ളിയിടാൻ തന്റെ മകന് ഒത്താശ ചെയ്തവൻ. ഇവനെയൊക്കെ സംരക്ഷിക്കാനാണോ നിങ്ങൾ ഈ തോക്കും പിടിച്ച് നടക്കുന്നത്? അപെക്സ് തന്റെ കയ്യിലിരുന്ന ഒരു റിമോട്ട് കൺട്രോൾ ഉയർത്തിപ്പിടിച്ചു. നോക്കൂ സിദ്ധാർത്ഥ്, ഈ തറവാടിന്റെ ചുറ്റും ഞാൻ ഉയർന്ന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ റിമോട്ടിൽ ഒരൊറ്റ ബട്ടൺ അമർത്തിയാൽ അടുത്ത 30 സെക്കൻഡ് കൊണ്ട് ഈ കെട്ടിടം ഒന്നടങ്കം തകർന്ന് തരിപ്പണമാകും. നിങ്ങളും നിങ്ങളുടെ കമാൻഡോകളും ഈ IG-യും ഇവിടെ തന്നെ ചാരമാകും. ഇതാണ് പ്രകൃതിയുടെ നീതി. അപെക്സിന്റെ വിരൽ റിമോട്ടിലെ ചുവന്ന ബട്ടണിലേക്ക് നീണ്ടു. സിദ്ധാർത്ഥിന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ഇരുമ്പിന്റെ ഗ്രില്ല് തകർക്കാൻ സമയമില്ല. അപെക്സിന്റെ വിരൽ അനങ്ങിയാൽ എല്ലാവരുടെയും മരണമുറപ്പാണ്. ഡോക്ടർ അനഘ പതുക്കെ മുന്നോട്ട് വന്നു. നിതിൻ, ഒരു നിമിഷം നിൽക്കൂ. നീ ചെയ്യുന്നത് പ്രതികാരമല്ല, മറിച്ച് വലിയൊരു തെറ്റാണ്. കിരണിനു വേണ്ടി നീ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഇതിന്റെ പേരിൽ നിരപരാധികളായ കമാൻഡോകളുടെ ജീവൻ എടുക്കരുത്. നീ ഒരു ക്രിമിനൽ അല്ല, നീ ഒരു ഇരയാണ്. അനഘ നിതിനെ മാനസികമായി തളർത്താൻ ശ്രമിച്ചു. അനഘയുടെ വാക്കുകൾ കേട്ട് അപെക്സ് ഒരു നിമിഷം നിശ്ചലനായി നിന്നു. ആ മാസ്കിന്റെ ഉള്ളിൽ നിന്നും ഒരു നേർത്ത ദീർഘശ്വാസം പുറത്തു വന്നു. പക്ഷെ ആ നിമിഷം സിദ്ധാർത്ഥ് ഒട്ടും സമയം കളയാതെ ഇരുമ്പ് ഗ്രില്ലിന്റെ സുഷിരം വഴി തന്റെ തോക്ക് മുന്നോട്ട് നീട്ടി അപെക്സിന്റെ കയ്യിലെ റിമോട്ടിന് നേരെ കൃത്യമായി വെടിയുതിർത്തു. വെടിയുണ്ട കൃത്യമായി അപെക്സിന്റെ കയ്യിലിരുന്ന റിമോട്ടിൽ പതിച്ചു. റിമോട്ട് തകർന്ന് തറയിൽ വീണു. കളി മാറി മറിഞ്ഞത് കണ്ട അപെക്സ് കോപത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി. കമാൻഡോകൾ ഇരുമ്പ് ഗ്രില്ലിന്റെ ലോക്ക് തകർക്കാനായി അതിവേഗം ശ്രമം ആരംഭിച്ചു. അപെക്സ് ഒട്ടും സമയം കളയാതെ ബാൽക്കണിയുടെ പുറകിലെ രഹസ്യവാതിൽ വഴി ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. അവന്റെ മുഖം മൂടി അഴിക്കാനും അവനെ ജീവനോടെ പിടിക്കാനും സിദ്ധാർത്ഥ് ഇരുമ്പ് കവാടം തകർത്ത് മുന്നോട്ട് കുതിക്കാൻ തയ്യാറെടുത്തു. കമാൻഡോകൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ആ വലിയ ഇരുമ്പ് ഗ്രില്ല് സെക്കൻഡുകൾക്കകം മുറിച്ചു മാറ്റി. 2 പേർ IG സാറിനെ ഇവിടുന്ന് മാറ്റൂ, ബാക്കിയുള്ളവർ എന്റെ കൂടെ വരൂ. സിദ്ധാർത്ഥ് അലറിക്കൊണ്ട് അപെക്സ് ഓടി പറഞ്ഞ ബാൽക്കണി ലക്ഷ്യമാക്കി കോണിപ്പടികൾ കയറി. ഡോക്ടർ അനഘയും അവർക്ക് പുറകെ നീങ്ങി. ബാൽക്കണിയുടെ പുറകിലെ രഹസ്യവാതിൽ തുറക്കുന്നത് തറവാടിന്റെ മുകളിലത്തെ നിലയിലുള്ള ഒരു വലിയ ഹട്ടിലേക്കായിരുന്നു. ആ പഴയ മരപ്പലകൾക്ക് മീതെ ചോരയും പെട്രോളും കലർന്ന് കടുത്ത മണം വമിക്കുന്നുണ്ടായിരുന്നു. കനത്ത മഞ്ഞിന്റെ തണുപ്പുള്ള കാറ്റ് തകർന്ന ജനൽ വഴി അകത്തേക്ക് അടിച്ചു കയറി. ആ വലിയ മുറിയുടെ മധ്യത്തിൽ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ അപെക്സ് ശാന്തനായി നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിലിപ്പോൾ തിളങ്ങുന്ന ആ വേട്ടക്കത്തി ഉണ്ടായിരുന്നു. നിതിൻ മാധവ്, ഇനി നിനക്ക് ഓടിപ്പോകാൻ കഴിയില്ല. തോക്ക് ചൂണ്ടി നിൽക്കുന്നത് 5 കമാൻഡോകൾക്ക് മുന്നിലാണ്. ആ കത്തി താഴെയിടൂ. സിദ്ധാർത്ഥ തോക്ക് അപെക്സിന്റെ നേരെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞു. അപെക്സ് പതുക്കെ തന്റെ തല ഉയർത്തി. മാസ്കിന്റെ സുഷിരങ്ങളിലൂടെയുള്ള അവന്റെ നോട്ടം നേരെ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലേക്കായിരുന്നു. അവൻ തന്റെ ഇടത് കൈ പതുക്കെ മുഖത്തെ ആ പരുന്തിന്റെ മാസ്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ഓടാൻ വേണ്ടിയല്ല സിദ്ധാർത്ഥ് ഇങ്ങോട്ട് വന്നത്. ആ കമ്പ്യൂട്ടറൈസ്ഡ് ശബ്ദം പെട്ടെന്ന് ഓഫായി. പകരം കടുത്ത വേദനയും പ്രതികാരവും നിറഞ്ഞ ഒരു യഥാർത്ഥ മനുഷ്യന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. അവൻ പതുക്കെ ആ മുഖം മൂടി അഴിച്ചു മാറ്റി തറയിലേക്ക് എറിഞ്ഞു. മരപ്പലകകളിൽ ആ മാസ്ക് വീണ് ചിതറിയ ശബ്ദത്തോടൊപ്പം ഇടിമിന്നലിന്റെ വലിയൊരു വെളിച്ചം ആ മുഖത്തേക്ക് പതിച്ചു. കവിളിൽ ആഴത്തിലുള്ള ആ പഴയ മുറിപ്പാട് പ്ലാസ്റ്റിക് സർജറിയിലൂടെ മാറ്റാൻ ശ്രമിച്ചിട്ടും മായാതെ കിടക്കുന്ന ആ വലിയ അടയാളം. അർജുൻ പറഞ്ഞതുപോലെ അത് നിതിൻ മാധവ് തന്നെയായിരുന്നു. പക്ഷെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയ ഡോക്ടർ അനഘ പെട്ടെന്ന് ഞെട്ടിപ്പോയി. നിതിൻ, നിന്റെ കണ്ണുകൾ? അനഘയുടെ ശബ്ദം വിറച്ചു. നിതിന്റെ വലതുകണ്ണ് പൂർണ്ണമായും കാഴ്ചയില്ലാത്ത നിലയിൽ വെളുത്തുപോയിരുന്നു. 4 വർഷം മുമ്പ് വണ്ടി കൊക്കയിലേക്ക് പറഞ്ഞപ്പോൾ ഉണ്ടായ ആഘാതത്തിൽ അവന്റെ മുഖത്തിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നു പോയതിന്റെ അവശിഷ്ടമായിരുന്നു അത്. കണ്ടോ DYSP സിദ്ധാർത്ഥ്? നിതിൻ തന്റെ കവിളിലെ മുറിപ്പാടുകൾ തൊട്ടുകൊണ്ട് ചോദിച്ചു. ഇതാണ് 4 പേർ ചേർന്ന് എനിക്ക് തന്ന സമ്മാനം. കിരൺ എന്റെ ജീവനായിരുന്നു. അവനെ അവർ പണത്തിനു വേണ്ടി തല്ലിച്ചതച്ചു. ചോരയൊഴുകി നിലവിളിച്ച കിരണിനെ ആ കൊക്കയിലേക്ക് തള്ളിയിടുമ്പോൾ ഞാൻ ആ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. വണ്ടി താഴേക്ക് പതിക്കുമ്പോൾ പാറയിടുക്കുകളിൽ തട്ടി എന്റെ മുഖം തകർന്നുപോയി. ചോരയിൽ കുളിച്ച് 3 ദിവസം ഞാൻ ആ കൊക്കയിൽ കിടന്നു സിദ്ധാർത്ഥ്. അപ്പോഴേക്ക് എന്നെ ജീവനോട് നിലനിർത്തിയത് ഈ പ്രതികാര ചിന്ത മാത്രമാണ്. നിതിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരും ചോരയും ഒരുമിച്ച് ഒലിച്ചിറങ്ങി. നിന്റെ വേദന എനിക്ക് മനസ്സിലാകുന്നത്. സിദ്ധാർത്ഥ് തന്റെ തോക്ക് ഒരൽപ്പം താഴ്ത്തി. പക്ഷെ നിയമം കയ്യിലെടുക്കാൻ നിനക്ക് അവകാശമില്ല. നീ മാത്യു വർഗീസിനെ ക്രൂരമായി കൊന്നു. രാഹുലിനെയും വിവേകിനെയും ഇല്ലാതാക്കി. നിയമത്തിന്റെ മുന്നിൽ നിനക്ക് നീതി വാങ്ങിത്തരാൻ ഞാൻ ശ്രമിക്കാം. കീഴടങ്ങൂ. നിയമമോ? നിതിൻ ഉച്ചത്തിൽ ചിരിച്ചു. ആ ചിരിയിൽ വന്യമായ ഭ്രാന്തുണ്ടായിരുന്നു. ഏത് നിയമം? IG മാധവൻ തമ്പിയുടെ പണത്തിന് മുന്നിൽ മുട്ടുകുത്തിയ നിയമമോ? എന്റെ അച്ഛനും അമ്മയും നീതിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങിയപ്പോൾ
അവരെ ആട്ടി ഓടിച്ചതാണ് ഈ നിയമം. ഒടുവിൽ മാനക്കേട് സഹിക്കാനാവാതെ അവർ രണ്ടുപേരും ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല സിദ്ധാർത്ഥ്. എന്റെ പ്രതികാരം പൂർണ്ണമായി കഴിഞ്ഞു. പെട്ടെന്ന് നിതിൻ തന്റെ ജാക്കറ്റിന്റെ ഉള്ളിൽ നിന്നും മറ്റൊരു ചെറിയ സ്വിച്ച് പുറത്തെടുത്തു. നിങ്ങൾ വിചാരിച്ചത് എന്റെ കയ്യിലെ മെയിൻ റിമോട്ട് തകർത്തപ്പോൾ എല്ലാം കഴിഞ്ഞെന്നാണ്. എന്നാൽ ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള മെയിൻ പവർ സപ്ലൈ ലൈനുമായി ഘടിപ്പിച്ച ഒരു മാനുവൽ ട്രിഗർ എന്റെ കയ്യിലുണ്ട്. ഇത് അമർത്തിയാൽ ഈ തറവാട് തകരും. ഞാൻ മരിക്കും, കൂടെ നിങ്ങളും. കമാൻഡോകൾ പെട്ടെന്ന് തോക്കുകൾ വീണ്ടും ഉയർത്തി. സാർ, ഷൂട്ട് ചെയ്യട്ടെ? ഒരു കമാൻഡോ സിദ്ധാർത്ഥിനോട് ചോദിച്ചു. വേണ്ട, ഷൂട്ട് ചെയ്യരുത്, സിദ്ധാർത്ഥ് തടഞ്ഞു. നിതിനെ ജീവനോടെ പിടിക്കുക എന്നത് അയാളുടെ വാശിയായിരുന്നു. സിദ്ധാർത്ഥ് പതുക്കെ തന്റെ തോക്ക് തറയിലേക്ക് വെച്ചു. രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് അവൻ നിതിന്റെ അടുത്തേക്ക് അടുക്കാൻ തുടങ്ങി. നിതിൻ, നീ തോൽക്കാൻ പോവുകയാണ്. നീ ഈ സ്വിച്ച് അമർത്തിയാൽ നീ ജയിക്കില്ല. നീയും കൊലയാളികളെ പോലെ ഒരു ക്രിമിനലായി ചരിത്രത്തിൽ ശേഷിക്കും. കിരണിന്റെ ആത്മാവ് ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഒരു കൊലയാളിയായി കാണാനാണോ ആഗ്രഹിച്ചത്? ജീവനോടെ വരിക, ലോകമറിയട്ടെ IG മാധവൻ തമ്പി ചെയ്ത ക്രൂരതകൾ. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ നിതിന്റെ ഉള്ളിൽ എവിടെയോ ചെന്ന് തറച്ചു. അവന്റെ സ്വിച്ച് പിടിച്ചിരുന്ന കൈകൾ ചെറുതായി വിറയ്ക്കാൻ തുടങ്ങി. ആ കഠിനമായ പ്രതികാര മനസ്സിന്റെ ഉള്ളിലെ പാവം കോളേജ് വിദ്യാർത്ഥി ഒരു നിമിഷം പുറത്തു വന്നു. അവൻ പതുക്കെ തന്റെ വിരൽ സ്വിച്ചിൽ നിന്ന് മാറ്റി. അവൻ തോറ്റു എന്ന് സമ്മതിക്കുന്നത് പോലെ തല താഴ്ത്തി. പക്ഷേ തൊട്ടടുത്ത നിമിഷം തറവാടിന്റെ താഴത്തെ നിലയിൽ നിന്നും IG മാധവൻ തമ്പിയെ രക്ഷിച്ചുകൊണ്ടുവന്ന ലോക്കൽ പോലീസുകാരിൽ ഒരാൾ ഓടിക്കയറി വന്നു. മുകളിൽ നടക്കുന്നത് എന്താണെന്നറിയാതെ നിതിന്റെ കയ്യിലെ സ്വിച്ച് കണ്ട അയാൾ പെട്ടെന്ന് തന്റെ തോക്കെടുത്ത് നിതിന്റെ നേരെ വെടിയുതിർത്തു. വെടിയുണ്ട കനത്ത ശബ്ദത്തോടെ നിതിൻ മാധവന്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. വേണ്ട, സിദ്ധാർത്ഥ് നിലവിളിച്ചുകൊണ്ട് മുന്നോട്ട് വാങ്ങി. നെഞ്ചിൽ നിന്നും ചോര പറ്റിയ നിലയിൽ നിതിൻ പതുക്കെ തറയിലേക്ക് ചെരിഞ്ഞു വീണു. അവന്റെ കയ്യിൽ നിന്നും ആ സ്വിച്ച് ദൂരേക്ക് തെറിച്ചുപോയി. സിദ്ധാർത്ഥ് തറയിൽ കിടന്നിരുന്ന നിതിന്റെ തല തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. നിതിൻ പതുക്കെ തന്റെ കാഴ്ചയില്ലാത്ത കണ്ണുകൾ തുറന്ന് സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ ചുണ്ടിൽ ഒടുവിലായി ഒരു നേർത്ത ചിരി വിരിഞ്ഞു. സാർ, ഞാൻ 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 ജയിച്ചു. ഐജിയുടെ കരിയർ തകർന്നു. എല്ലാവരും സത്യം അറിഞ്ഞു. നിതിന്റെ ശ്വാസം പതുക്കെ നിലച്ചു. അവന്റെ കൈകൾ തറയിലേക്ക് വീണു. കേരളത്തെ ഒന്നടങ്കം ഭയപ്പെടുത്തിയ അപെക്സ് എന്ന പരമ്പര കൊലയാളി താൻ അനുഭവിച്ച അനീതിക്കെതിരെ പോരാടി ഒടുവിൽ പഴയ തറവാടിന്റെ മണ്ണിൽ ചോരയൊഴുക്കി വീണു മരിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം കോട്ടയം പോലീസ് ക്ലബിലെ തന്റെ ഔദ്യോഗിക മുറിയിലിരുന്ന് DYSP സിദ്ധാർത്ഥ് ഭരദ്വാജ് ആ കേസിന്റെ അവസാന ഫയൽ ക്ലോസ് ചെയ്യുകയായിരുന്നു. മാധ്യമങ്ങളിൽ ഇപ്പോൾ അപെക്സിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് വന്നിരുന്നത്. IG മാധവൻ തമ്പിക്കെതിരെയും അർജുൻ മേനോനുമെതിരെയും സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ചെയ്ത പാപങ്ങൾക്ക് ഇനി നിയമം ശിക്ഷ നൽകും. ഡോക്ടർ അനഘ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ ഒരു കപ്പ് കാപ്പി ഉണ്ടായിരുന്നു. കേസ് പൂർണ്ണമായും അവസാനിച്ചു അല്ലേ സിദ്ധാർത്ഥ്? അനഘ ചോദിച്ചു. സിദ്ധാർത്ഥ് ഫയൽ അടച്ചു വെച്ചു. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട് അനഘ. നിതിൻ മാധവ് മരിച്ചു, പക്ഷെ അവൻ ഉപയോഗിച്ച ആ ഡാർക്ക് വെബ്സൈറ്റും അതിലെ വീഡിയോസും ഇപ്പോഴും സജീവമാണ്. ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് ഇത്രയും വലിയൊരു ഡിജിറ്റൽ സാമ്രാജ്യം ഒറ്റയ്ക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുമോ? അവന്റെ പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? സിദ്ധാർത്ഥ് തന്റെ ഫോൺ എടുത്ത് നോക്കി. പെട്ടെന്ന് അയാളുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. അത് ആ ഡാർക്ക് വെബ്സൈറ്റിന്റെ ഒരു ലിങ്കായിരുന്നു. സിദ്ധാർത്ഥ് ആ ലിങ്ക് ഓപ്പൺ ചെയ്തു. സ്ക്രീനിൽ ഒരു പുതിയ സന്ദേശം തെളിഞ്ഞു വന്നു. ദി അപെക്സ് ഇസ് നോട്ട് എ പേഴ്സൺ, ഇറ്റ്സ് എ സിസ്റ്റം ടു ബി കണ്ടിന്യൂഡ്. സിദ്ധാർത്ഥിന്റെയും അനഘയുടെയും കണ്ണുകൾ അമ്പരപ്പ് കൊണ്ട് വികസിച്ചു. വേട്ട അവസാനിച്ചിട്ടില്ല. അത് പുതിയൊരു രൂപത്തിൽ മറ്റൊരു സ്ഥലത്ത് ആരംഭിക്കാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു. ഇടി, പുക എല്ലാം ഉണ്ടല്ലേ, വല്ലാത്തൊരു കഥ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ഇതുപോലെ ത്രില്ലിംഗ് കഥയുമായി ഇനിയും വരാം.